ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. Once again, greetings from all of us in the name of our Lord and Savior Jesus Christ. ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് പെട്ടെന്ന് ചർച്ചിലൊരു മരണം ഉണ്ടായി. ഞാൻ രാവിലത്തെ സെഷൻ കഴിഞ്ഞിട്ട് പോയി ഹോസ്പിറ്റലിൽ ആ ബോഡി ഒത്തിരി വെച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് അത് ആ ഫ്യൂണറൽ നടത്തണം. ആ കുടുംബത്തെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. As I had mentioned this morning, we had a death in our church family, and I had to quickly attend to that after the service, and the funeral has to be conducted tomorrow, so requesting your prayers. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ബാലൻസ് ക്രിസ്ത്യൻ ലിവിംഗ് എന്നാണ്. പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ അല്പം വ്യത്യസ്തമായിട്ട് വർഷിപ്പ്, ആരാധന, നമ്മൾ ഒത്തിരി പറയുകയും നമ്മൾ ഒത്തിരി ആരാധിക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുകയും അല്പമെങ്കിലും ചിലപ്പോൾ അതിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. What we have been learning throughout is about the balanced Christian life, but this morning we deviated into the topic of worship, perhaps because we think too much about that worship aspect, and at times we boast about in how we do it as well. നമ്മൾ കുറിവാക്യമായിട്ട് ഇന്ന് വായിച്ചത് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന് 1-2 വാക്യമാണ്. നമ്മുടെ ശരീരത്തെ യാഗമായിട്ട് സമർപ്പിക്കണമെന്നും നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നും. And what we looked at this morning as a key passage is from the book of Romans chapter 12 verses 1 and 2, where we have to surrender our bodies as a living sacrifice, and we have to renew it as a sacrifice. ശരിക്കും പറഞ്ഞാൽ ഈ പുതുക്കി രൂപാന്തരപ്പെടുക, by the renewing of your mind എന്ന് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളതിന് ഒരു സിമ്പിൾ ട്രാൻസ്ലേഷൻ ഞാനൊരു വേർഷനെ കണ്ടത്. ഇറ്റ് റിയലി ഐ വാസ് വെരി ടച്ച്ഡ് ബൈ ദാറ്റ്. തിങ്ക് ഡിഫറെന്റ്ലി എന്നാണ്. തിങ്ക് ഡിഫറെന്റ്ലി, ദാറ്റ്സ് ഓൾ. വലിയ കാര്യമൊന്നുമില്ല. തിങ്ക് ഡിഫറെന്റ്ലി. നമ്മുടെ പ്രശ്നം, നമുക്കൊരു കാര്യവും വി കനോട്ട് തിങ്ക് ഡിഫറെന്റ്ലി. അതാ പ്രശ്നം. നമ്മളൊരു മോൾഡിനകത്തായി പോയാൽ അല്ലേ, പിന്നെ അതിന് പുറത്തോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികൾക്ക് അത് വലിയ പാടാണ്. In those verses that we looked at this morning, where we have to surrender our bodies as a living sacrifice, I was looking into a simpler translation, and I found these words, think differently. And at times as believers, it is challenging for us to think in a different capacity. അതേ വാക്യം ESV ട്രാൻസ്ലേഷനിൽ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. I appeal to you therefore brothers by the mercies of God to present your bodies as a living sacrifice, holy and acceptable to God, which is your spiritual worship. Which is your spiritual worship. And when we look at that particular verse, Romans chapter 12 verse 1 and 2 from the English Standard Version, we read it this way, saying that I appeal to you therefore brothers by the mercies of God to present your bodies as a living sacrifice, holy and acceptable to God, which is your spiritual worship. കണ്ടോ, അപ്പം ഒരു ആത്മീയ ആരാധന എന്താണെന്നുള്ളതാണ് പൗലോസ് അവിടെ പറയുന്നത്. നമ്മളൊക്കെ പറയുന്നു നമ്മുടേതാണ് ആത്മീയ ആരാധന, മറ്റുള്ളതൊക്കെ അനാത്മീയമാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ആത്മീയമായിട്ട് ആരാധിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തെ യാഗപീഠത്തിൽ വെക്കണം, അല്ലെ? 2, ഈ ലോകത്തിന് അനുരൂപമാകരുത്. അടുത്തത് ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയണം. അതിനെന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ലെങ്കിൽ we need to think differently. കർത്താവ് എങ്ങനെ ചിന്തിക്കുന്നുവോ, കർത്താവ് എങ്ങനെ കാണുന്നുവോ, അതുപോലെ നാമും കാണാനും കാര്യങ്ങളെ അങ്ങനെ നമ്മൾ ബന്ധപ്പെടാനും തുടങ്ങണം. അവിടെയാണ് ആ സ്പിരിച്വൽ വർഷിപ്പ് വരുന്നത്. So what we see here in this verse is about the emphasis on true worship. And what Apostle Paul tells us is how we should conduct our worship. And perhaps we think and we say that the method by which we worship is the correct one. But to surrender our bodies for a true worship, we have to continuously renew our body as a living sacrifice. It has to be acceptable to God, and we have to know God's will in worship, and then it comes as a spiritual worship. അപ്പോൾ വാട്ട് എക്സാക്ട്ലി ഈസ് വർഷിപ്പ്? എന്താണ് ശരിയായ ആരാധനയെ നമ്മൾ ഓടിച്ചു വന്ന് കണ്ടു. ഒരു ഞായറാഴ്ച രാവിലെ നമ്മളെ സഭയിൽ വരുമ്പം ചെയ്യുന്ന ഒരു കാര്യം അല്ല ആരാധന. അത് ആരാധനയുടെ ഒരു ഫോം ആണെങ്കിലും അതിനേക്കാളൊക്കെ ഒത്തിരി അപ്പുറത്താണ് നമ്മൾ ഈ പറയുന്ന ആരാധന എന്നുള്ള സംഗതി. രാവിലെ നമ്മൾ കണ്ട മറ്റൊരു കാര്യമാണ് ആത്മാവിലും സത്യത്തിലും ഉള്ള ആരാധന എന്തെന്നൊന്ന് കണ്ടു. So this morning we looked at what is true worship. The worship that we have on Sunday morning, we know that is not the true worship. It is a form of worship.
So we quickly looked into knowing what is worship. ആത്മാവിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങ് ചാടിക്കേറിയുന്ന ആത്മാവിലാവും. എന്നിട്ട് പറയും പരിശുദ്ധാത്മാവിലുള്ള ആരാധന. കാരണം ആത്മാവ് എന്ന് പറയുമ്പോൾ ഉടൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നങ്ങ് പറയുമ്പോൾ പിന്നെ ബാക്കിയെല്ലാവരും അങ്ങ് വാകൂട്ടുക. അതാണ് നമ്മുടെ ഒരു ചെറിയ പരിപാടി. പക്ഷെ അവിടെ നമ്മൾ പഠിച്ചത് നമ്മുടെ ആത്മാവ് കൊണ്ട് ആത്മാവാം ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ആരാധിക്കണം എന്നുള്ളതാണ് ആത്മാവിലുള്ള ആരാധന നമ്മൾ കണ്ടത്. And what we learned this morning is that as soon as we heard the term spiritual worship, we think about worshiping in spirit, and we realize that true spiritual worship is connecting our spirit with God's spirit. രണ്ടാമത് സത്യത്തിലുള്ള ആരാധന, അത് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരു വെളിപ്പാട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിപ്പാടിന്റെ ആഴത്തിനനുസരിച്ചിരിക്കും നമ്മുടെ ആരാധനയുടെ ആഴം. And secondly, we looked at what is true worship. If we have a true revelation about Jesus Christ, then the depth of our worship would also go into that extent. ഞാൻ ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ട്രൂ വർഷിപ്പ് ഈസ് ഓൾവേസ് എ ഹ്യൂമൻ റെസ്പോൺസ് ടു എ ഡിവൈൻ ഇനിഷ്യേറ്റീവ്. അല്ലെ, ഡിവൈൻലി ഇനിഷ്യേറ്റ് ചെയ്തത് ദൈവമാണ്. ദൈവം ചെയ്ത ഒരു കാര്യം, തന്റെ പുത്രനെ അയച്ചു, പുത്രൻ വന്ന് നമുക്ക് പകരമായി മരിച്ചു, പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ബോധം തന്നു. അങ്ങനെ നമ്മൾ കർത്താവിനെ അറിയാൻ, കർത്താവിനെ കുറിച്ചൊരു വെളിപ്പാട് ദൈവം തരുമ്പം അതിന് പ്രതികരിക്കുന്ന നമ്മുടെ റെസ്പോൺസ് ആണ് ആരാധന. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ദൈവത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല ആരാധന. നമുക്ക് ചുറ്റും ജാതികളുടെ ആരാധന കണ്ടാൽ നമുക്കറിയാതെ അങ്ങനെയാണെന്ന്. പക്ഷെ നമ്മളൊരിക്കലും അങ്ങനല്ല. വി ആർ ആക്ച്വലി responding. It's our human response to a divine initiative എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. And we concluded this morning in this way, saying that true worship is the response, is the human response to the divine initiative. When we get the revelation that Jesus Christ came down to this earth to lay down his life for us as the sacrifice, when we understand that revelation, that our worship becomes a response to that. ഇനി നമുക്ക് ഇന്ന് ബൈബിളിൽ നിന്ന് ചില വ്യക്തികളെ ഒന്ന് നോക്കാം. അവരെങ്ങനെയൊക്കെ ആരാധിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ വരാം. അവിടെ നമുക്കറിയാം ആദമും ഹവ്വയും അവരാരാധിച്ചായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അവരെ കുറിച്ച് ആ കൂടി നമുക്കറിയാം, പഴം പറിച്ചു തന്നു. അപ്പൊ ആ ഒരു പഴം പറിച്ചു തന്നു അല്ലേ. നമ്മൾ രാവിലെ പുട്ടിൻ്റെ കൂടെ പഴം തന്നു, അത് വലിയ വിഷയമാണ്. പക്ഷേ അവരൊരു പഴം പറിച്ചു തന്നത് ഭയങ്കര വിഷയമായിപ്പോയി. എന്ത് ചെയ്യാനാ, അവര് പഴം പറിച്ചു തന്നുകൊണ്ടാണ് നമ്മൾ ഈ ഗതിയിലായിപ്പോയത്. എന്തായാലും ദൈവത്തിന്റെ സ്തോത്രം. അവര് പഴം പറിച്ചു തന്ന് പാപം ചെയ്തെങ്കിൽ ദൈവകൃപയാൽ അതിനൊരു പരിഹാരം കർത്താവ് വരുത്തി തന്നു. സ്തോത്രം, അതിനായിട്ട് സ്തോത്രം. So this evening we are going to look into chosen people from the Bible to analyze how they conducted their worship. And for that we will begin from the book of Genesis, looking into the lives of Adam and Eve. And when we talk about them, we know, and the first thing that comes to our mind is about the fruit that they ate, and we often criticize them for that. And perhaps due to that, we have ended up in this way. But thank God there has been a remission to that. പക്ഷെ ആദാമിന്റെ ഹവ്വയുടെ ആരാധനയല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിന് ബൈബിളിൽ അവരെ പറ്റി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ 2 മക്കളുണ്ട്, കയീനും ഹാബീലും. അവരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. I'm not going to speak about the worship of Adam and Eve because that is not recorded in the Bible, but I am going to speak about the worship done by the children. നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ച കാലം തൊട്ട് നമുക്കറിയാവുന്ന ഒരു കഥയാണ് കയീന്റെയും ഹാബേലിന്റെയും കഥ. രണ്ടുപേരും ഓരോ വഴിപാട് അവരവരുടെ കൊണ്ടുവന്നു. കയീന്റേത് ദൈവം സ്വീകരിച്ചില്ല, ഈ പറഞ്ഞ ഹാബേലിന്റെ സ്വീകരിച്ചു. രണ്ടുപേരും എന്ത് പണിക്കാരാണെന്ന് അറിയാം. ഒരാൾ ആട്ടിടയനും ഒരാൾ കൃഷിക്കാരനുമായിരുന്നു. ഒരാൾ ആട്ടിടയനായതുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് ഒരു നല്ല ആട്ടുകുട്ടിയെ കൊണ്ടുവന്നു. മറ്റേ ആൾ കൃഷിക്കാരനായതുകൊണ്ട് അയാൾക്ക് പച്ചക്കറി കൊണ്ടുവന്നു. അതിലെന്താ തെറ്റെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരാളിൻ്റെത് കർത്താവ് സ്വീകരിച്ചു, ദൈവം സ്വീകരിച്ചു, ഒരാളുടേത് സ്വീകരിച്ചില്ല. ഇതാണ് കഥ. Right from the days of our Sunday school, we are very familiar with the story on which how Cain and Abel conducted their worship. One was a farmer and the other was a shepherd. So they bought the best from their choice, and we would think what is wrong with that. And we know the story that Abel's sacrifice was accepted and Cain's wasn't. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകും നിങ്ങളെല്ലാവരോടും. ഓക്കെ, why was Abel's accepted and Cain's rejected? കയീന്റേത് എന്തുകൊണ്ട് നിരാകരിച്ചു,
ഹാബേലിന്റെ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും ഉത്തരം പറയുന്നത്? ഇതൊരു ഇന്ററാക്റ്റീവ് ബൈബിൾ സ്റ്റഡി ആണെന്നാണ് എൻ്റെ വിശ്വാസം. എങ്ങനെയാണെങ്കിൽ കൊള്ളാം. ആരെങ്കിലൊക്കെ വേണേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ച ഉത്തരവേ പറയാമോ? I am going to ask. Yeah, go ahead. I'm going to ask you this question, and I believe this is an interactive Bible study where you can unmute and say the answer which you have learned in your Sunday school to the question, why did God accept Abel's sacrifice and rejected Cain's? ഞാൻ സൺഡേ സ്കൂൾ പഠിച്ച കാലത്ത് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത, എന്നെ പഠിപ്പിച്ചതല്ല, എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഞാനും പറയാം. നമ്മുടെ ദൈവം എന്ന് പറഞ്ഞത് നോൺ വെജ് ദൈവമാണ്. പുള്ളിക്ക് ഇറച്ചി, പ്രത്യേകിച്ച് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആവേലും മട്ടൻ കൊണ്ടുവന്നുകൊണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. മറ്റേത് പച്ചക്കറി. ഇന്നത്തെ പിള്ളേർക്ക് പച്ചക്കറി ഇഷ്ടമാണ്. നിങ്ങളൊക്കെ നിങ്ങളെ കൊച്ചു പിള്ളേരെ പച്ചക്കറി തീറ്റിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം, അല്ലേ? അപ്പം നമ്മുടെ ദൈവം ഒരു നോൺ വെജ് ആണ്. വെജിറ്റേറിയൻ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടാണ് വെജിറ്റേറിയൻ റിജക്ട് ചെയ്തു, നോൺ വെജ് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ നിഷ്കളങ്കതയിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴും ചിന്തിച്ചത്. ഇതാരും എന്നെ അങ്ങനെ പഠിപ്പിച്ചതല്ല, എനിക്ക് അങ്ങനെ തോന്നി. ഇനി നിങ്ങളൊക്കെ എന്തൊക്കെയാ പഠിച്ചു വെച്ചത് നിങ്ങളെ വെച്ച് നാളെ എനിക്കറിയത്തില്ല. സമയക്കുറവുണ്ട്, നോക്കാൻ മുന്നോട്ട് പോകാം. I will tell you an answer which this wasn't taught to me, but this is what came to my mind, that our God is a non-veg God, and particularly he likes the meat of mutton, and therefore he liked that particular offering than the other, which was a vegetarian. And we know the struggle that we take in feeding vegetable to our children. അവിടെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ രണ്ടുപേരും കൊണ്ടുവന്ന കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Let's read Genesis. Yeah. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും വേണേ ഒന്ന് വായിക്കാം. Genesis chapter 4 verses 4, we read like this: and Abel also brought of the firstborn of his flock and of their fat portions, and the Lord had regard for Abel and his offering. Okay, അടുത്തത് next. But for Cain and his offering he had no regard. So Cain was very angry and his face fell. Okay, മലയാളത്തിലാണ് അത് വളരെ ക്ലിയർ ആയിട്ടിരിക്കുന്നത്. ഹാവേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാവേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. 5-ാം വാക്യം. കൈനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. It is clearly written in the Malayalam Bible, where it translates to mention that God was pleased in Abel and in his offering, and regarding Cain, he wasn't pleased in him and in his offering. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കണം. നമ്മൾ കൊണ്ടുവരുന്ന കാര്യത്തിലല്ല ആദ്യം ദൈവം പ്രസാദിക്കേണ്ടത്, നമ്മളിലാണ് ആദ്യം പ്രസാദിക്കേണ്ടത്. നമ്മളിൽ പ്രസാദിച്ചെങ്കിലേ നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അർപ്പിക്കുന്ന കാര്യത്തിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഈ പറയുന്നത്. And there is one important note that we have to take here, that is, God is pleased at first in us and then in the offering then that we bring into his presence. This is something that we have to take note very carefully. അതിലും ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. He is not interested in what type of offerings we bring. He is more interested in what kind of person am I. ഇതാണ് വിഷയം. ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണ്, അതാണ് ദൈവത്തിന് കാര്യം. ഞാൻ കൊണ്ടുവരുന്ന യാഗവസ്തു എന്തെന്നുള്ളത് അല്ല കാര്യം. ഞാൻ എങ്ങനെയുള്ളവനാണ്, അല്ലെങ്കിൽ ഇത് വരുന്നത് ഇപ്പൊ ആരാധന എന്ന് പറയുമ്പോൾ ഇത് ഏത് ഹൃദയത്തിൽ നിന്നായി വരുന്നേ, ഏത് നാവിക്കൂടാ ഇത് വരുന്നേ. God is more interested in me, in my heart and in my mouth, okay, and in my life, okay, not in the songs I sing or the words I speak or the what all tamasha you do in the name of worship. God is not at all bothered. ദൈവം പറയുന്നത് കുഞ്ഞെ അതൊന്നുമല്ല. ഐ എം നോട്ട്. നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ ആരാധിച്ചിട്ട് എന്തുമായിരുന്നു നമ്മുടെ ആരാധന, ആടിപ്പൊളിയായിരുന്നു എന്നൊക്കെ പറയും. ദൈവം പറയും ഞാനത് കേട്ടുപോലുമില്ല, ഞാൻ ശ്രദ്ധിച്ചു പോലുമില്ല, അല്ലേ? ഐ വാസ് ലുക്കിംഗ് അറ്റ് യു. What type of person are you? What kind of person are you? ഞാൻ അതാ more concerned. What type of offering you bring എന്നുള്ളതല്ല എൻ്റെ concern. What kind of person are you എന്നുള്ളതാണ് വിഷയം. To explain it more clearly, I would say like this: God is more pleased in who the person is
rather than the type of the offering that we bring to him. Because after a worship, we may regard and we may mark it as a good worship, but God perhaps might turn around to us and say, I didn't even listen to that worship, because God is more interested in us rather than in the type of offering that we bring to his presence. ഞാൻ ഈ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾ ഇന്ന് വേറെ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് നിങ്ങളുടെ ഉള്ളിലൊന്ന് കയറണം പ്രിയപ്പെട്ടവരെ. കാര്യം ഈ വർഷിപ്പ് എന്ന പേരിൽ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ട് കണ്ട് ഞാനൊക്കെ മടുത്ത്. കാരണം നമുക്കൊരു കാലത്ത് നമ്മളെല്ലാം അങ്ങ് കയറി ഇങ്ങനെ തലയ്ക്ക് പിടിച്ചു വർഷിപ്പ്. നമ്മൾ ഒരു മീറ്റിംഗ് നടത്തിയാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് ആണ് വലിയ വിഷയം. അതിനകത്ത് പ്രധാന ഐറ്റം അതാണ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. എന്നിട്ട് എല്ലാവരും കൂടി കിടന്ന് ഈ പറഞ്ഞ പോലെ അങ്ങ് ഏളായി മാറിഞ്ഞ് അല്ലേ. അപ്പൊ നമ്മളെന്തോ ഭയങ്കര ഒരു പരിപാടി ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളങ്ങ് സന്തോഷിച്ച് ആനന്ദിച്ച് അങ്ങ് നിർവൃതി അടഞ്ഞങ്ങ് പോവുക. നമ്മളെന്തോ ഒരു വലിയ സംഭവമാണ് ചെയ്തതും ദൈവത്തിന് സന്തോഷം വന്നിട്ട് ഇപ്പൊ ഇരിക്കാൻ വയ്യേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആര് പറഞ്ഞു? നമ്മളിൽ ദൈവം പ്രസാദിച്ചോ എന്നുള്ളതാണ് വിഷയം. നമ്മൾ ഈ ചെയ്ത കാര്യത്തിൽ ദൈവം പ്രസാദിച്ചത് രണ്ടാമത്തെ കാര്യം. നമ്മളിൽ ദൈവം പ്രസാദിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. What I am saying to you now is a very important matter, and therefore you have to pay close attention. If you haven't heard anything today, you have to listen to this. God is more interested in us than in the type of offering that we bring to him. And during worship sessions, during meetings, what we understand is praise and worship takes the primary space in it. And in the name of worship, we do certain acts, and we are thinking God is thrilled in the way and in the manner by which we have conducted that worship. And I am tired of seeing such acts, and we have to rethink on how we are doing it. ഞാൻ ഈ വർഷിപ്പ് ലീഡേഴ്സിനൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുക്കാറൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു പോയിന്റ്, വെൻ യു ലീഡ് വർഷിപ്പ്, എസ്പെഷ്യലി സിംഗേഴ്സ്, മ്യൂസീഷ്യൻസ് ഒക്കെ, അവർക്ക് നന്നായിട്ട് പാടുന്നവരായിരിക്കാം, നന്നായിട്ട് ഇൻസ്ട്രുമെന്റ് വായിക്കും, നന്നായിട്ടൊക്കെ അത് പ്രസന്റ് ചെയ്യാനൊക്കെ അറിയാം. നൈസ് പീപ്പിൾ. പക്ഷെ അവരോട് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും, നിങ്ങൾ ഈ ആരാധന എല്ലാം ലീഡ് ചെയ്ത് ജനത്തെ എല്ലാ ആരാധനയിലേക്ക് നയിച്ച് അവിടുത്തെ അന്തരീക്ഷം തന്നെ അങ്ങ് മാറും, ശരിയാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം എന്നറിയാമോ? ലോർഡ്, were you pleased in our worship this evening? കാര്യം എന്താണെന്നറിയാം? അങ്ങനെ ചോദിക്കാമെന്ന് പറയാൻ കാര്യം, പലപ്പോഴും we get excited after our worship. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, worship is not for our excitement, it is for God's enjoyment. എഴുതേണ്ടവർക്ക് എഴുതാം, worship is not for our excitement, it is for God's enjoyment. ദൈവം ആസ്വദിക്കാനാണ് ആരാധന, അല്ലാതെ എനിക്ക് ആവേശം കൊള്ളാനല്ല ആരാധന. ഒന്നുകൂടെ പറയാം, ദൈവം ആസ്വദിക്കാനാണ് ആരാധന, അല്ലാതെ എനിക്ക് ആവേശം കൊള്ളാനല്ല. When I conduct classes for those that are worship leaders and for singers, I tell them it is true that in the process, as you sing songs and lead people into worship, yes, it is true the atmosphere can change, but at the end of it, you have to ask this question to God: God, were you pleased in the worship that we did this evening? And let me remind you to mention that our worship is not for our excitement, but it is for God's enjoyment. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. This is something of great importance. നമ്മുടെയൊക്കെ ആരാധനകളിലൊക്കെ നമുക്ക് ഭയങ്കര ആവേശമായിരുന്നിരിക്കും. ഈ ആരാധന നയിച്ച ആൾക്കും പാട്ടുപാടിയവർക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്, അവരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. പക്ഷേ ദൈവം ഇത് ആസ്വദിച്ചോ എന്നുള്ളതാണ് വിഷയം. This is very important because the people who have led us in worship, and for us alike, we may find great excitement in doing such worship, but the question is, was God really pleased? ഞാൻ അതിന് സാധാരണ ഇവിടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നാട്ടിൽ പറയുന്നൊരു ഉദാഹരണമാണ്, നിങ്ങൾക്കത് പ്രസക്തമാണ്. ഇപ്പം ഞാനിപ്പം നിങ്ങൾക്കൊരു ഗിഫ്റ്റ്, ഒരു മധുരപലഹാരം, ഫോർ എക്സാമ്പിൾ ഒരു വളരെ വില കൂടിയ ഒരു ലഡു എന്നുള്ള സാധനം ഉണ്ടല്ലോ അല്ലേ, ഓസ്ട്രേലിയയിലും കാണുമായിരിക്കും. ഇവിടെ പണ്ടൊക്കെ 10 രൂപയ്ക്കുള്ളൊരു മഞ്ഞ ലഡു ആണ്, ആ കൂടിയുള്ള ലഡു. പക്ഷെ ചില ഇവിടുത്തെ ഗുജറാത്തി, പഞ്ചാബി സ്വീറ്റ് സ്റ്റോഴ്സിലൊക്കെ വളരെ എക്സ്പെൻസീവ് ലഡൂസ് ഉണ്ട്. ഒരു ലഡുവിന് 100 രൂപയൊക്കെ. അങ്ങനെ ഒരു വളരെ വില കൂടിയ ഭയങ്കര സ്വീറ്റ്, നല്ല ഗുഡ് ലുക്കിംഗ്, നല്ല ഫ്രഷ് അല്ലെ, നല്ലൊരു ലഡു ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നീട്ടുകയാണ് അല്ലെ, ഐ എം ഓഫറിങ് എ വെരി എക്സ്പെൻസീവ് ലഡു. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കൈ നീട്ടി അത് എന്നെ ഇത് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ
വരിക. അപ്പം പെട്ടെന്ന് നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പം ലഡു വളരെ ഭംഗിയുള്ള വില കൂടിപ്പുള്ള ഏറ്റവും നല്ല കടയിൽ നിന്ന് മേടിച്ച് നല്ല സാധനം. പക്ഷെ എൻ്റെ കൈ ഇങ്ങനെ ഒരുമാതിരി എന്താ പറഞ്ഞ വൃണമൊക്കെ വന്ന് ആളിഞ്ഞ് ഈ പറഞ്ഞ പോലെ ചലവും ചോരയൊക്കെ ഇങ്ങനെ ഒലിച്ച് ഒരു വൃത്തികെട്ട കൈ കൊണ്ടാണ് ഞാൻ ഈ ലഡു തരുന്നതെങ്കിൽ നിങ്ങളത് മേടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി കൊണ്ടുവന്നെങ്കിലും എൻ്റെ കൈ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കൈ അങ്ങ് പുറകോട്ട് വലിക്കും. Nothing to do with the laddu, but the hand which is offering the laddu is not clean. I tell this example back home that let's imagine that I am going to offer you a very expensive and a very tasty sweet. And let's take a laddu as an example. Let's imagine that I am going to give you a laddu which costs about 100 rupees per piece. And I have brought that, I have presented it in a nice way, and I'm extending my hand to offer it to you. And as I do that, you notice that my hand is withered. My hand has its defects. And as I extend my hand, would you receive it? Looking at the condition of my hand, I'm sure you would retrieve the same hand that you extended to receive that sweet. ഞാൻ ഇനി ഇതിന് എന്തെങ്കിലും കൂടുതൽ വിശദീകരണം പറയണോ? കൊച്ചുകുട്ടികൾക്ക് വരെ ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം മനസ്സിലാവും. ഇതുപോലാണ് നമ്മൾ ഏത് ഹൃദയത്തിൽ നിന്നാണ് ഈ ആരാധിക്കുന്നത് എന്നുള്ളത് ആദ്യം നോക്കുന്നത്. അല്ലാതെ നമ്മൾ എത്ര മനോഹരമായിട്ട് പാടിയെന്നോ എത്ര നല്ല വാക്കുകൾ പറഞ്ഞോ, ഇനി ഒന്നുകൂടെ കടത്തി പറയാൻ എത്ര അന്യഭാഷ പറഞ്ഞെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഇത് ഏത് ഹൃദയത്തിൽ നിന്നാണ് ഇത് വരുന്നത്? ഇതാ കർത്താവ് നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, I don't think I need to explain this any further. This is something that it can easily be understood even by the little children. It is exactly like this how God looks at our worship. God is looking at how the condition of our heart is. That is how God looks at it. It does not matter what we offer, it matters how we offer. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധന ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറഞ്ഞ സുഗ്രാഹ്യമായ നല്ല മണം അല്ലേ? അപ്പം ഒരു സ്വീറ്റ് അരോമ എന്നൊക്കെ പറഞ്ഞ സ്വർഗം അത് മണക്കണം. മണക്കണം, സ്വർഗം നോക്കൂ, ഇത് എവിടുന്നാ വരുന്നത്, ഇത് വാ വണ്ടർഫുൾ ഓക്കെ എന്ന് പറഞ്ഞ് സ്വർഗം സന്തോഷിക്കണം. നമ്മുടെ ആരാധന മുകളിലോട്ട് ചെല്ലണം. നോഹ നമുക്കറിയാം പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി ഒരു യാഗം കഴിച്ചപ്പം അതും ആ വഴിപാടിന്റെ ഇതും സൗരഭ്യം മണത്ത് യഹോവ ഇറങ്ങി വന്നു എന്ന്. ഇന്ന് നമ്മുടെ ആരാധനയിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്വർഗം ഇറങ്ങി വന്നു എന്നൊക്കെ. ഇതൊക്കെ ചുമ്മാ നമ്മൾ തട്ടിവിടുന്നതല്ലേ? അല്ല, നമ്മുടെ ശരിക്കുള്ള ആരാധനയിൽ ശരിക്കും പറഞ്ഞാൽ സ്വർഗമല്ല, ദൈവം ഇറങ്ങി വരും. പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മൾ ഒരുപാട് ബഹളം വയ്ക്കുമ്പോഴാണ് ദൈവം ഇറങ്ങി വരുന്നതെന്നാണ് ചിന്തിക്കുന്നത്. അല്ല, ആ ഒരു അരോമ അല്ലേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് മുകളിലേക്ക് ഉയരണം പ്രിയപ്പെട്ടു. ദാറ്റ് ഈസ് വർഷിപ്പ്. Our worship should be such that from our heart a sweet aroma should rise into God's presence, and after smelling that, God should wonder where this is coming from. Like we know the example of Noah. After he disembarked from the ark, he offered a sacrifice and God smelled the sweet aroma of it. It is exactly how our worship should be as well. Okay, അടുത്തൊരു ക്യാരക്ടർ നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഇറ്റ്സ് ഇൻ ചാപ്റ്റർ 22, 22ാം അധ്യായത്തിലാണ്. അത് എക്സ്പ്രസിംഗ് വർഷിപ്പ് ത്രൂ ഒബീഡിയൻസ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ പറയാം, അനുസരണമാണ് ആരാധന എന്നൊരു പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. അനുസരണമാണ് ആരാധന. Now we are going to look into another character from the Bible, and that is from the book of Genesis chapter 22, where this character will show us worship is obedience. നമുക്കറിയാം അബ്രഹാമിന്റെ കഥയാണ്. അബ്രഹാം ഈ പറഞ്ഞ പോലെ ദൈവത്തെ വിശ്വസിച്ചു, കാത്തിരുന്നു. 25 വർഷത്തോളം കാത്തിരുന്നിട്ടാണ് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ ദൈവം കൊടുത്തത്. ആ ഇസ്ഹാക്കുമായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ച് ആ മകനെ വയസ്സുകാലത്ത് കിട്ടിയ ആ മകനെ ആസ്വദിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അതൊക്കെ ദൈവപുരുഷൻ രാവിലെ അല്ല രാത്രിയാന്ന് തോന്നുന്നു. കാര്യം അബ്രഹാമെ എന്ന് വിളിച്ചിട്ട് പറയുക, നീ സ്നേഹിക്കുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി എന്ത് ചെയ്യണം? അവനെ യാഗം കഴിക്കണം. We know the story here is about Abraham. After he had waited for about 25 years for a son, God gave him Isaac. And as he was
enjoying that moments with his son, one day God calls him out and tells the son, the very son that you love, you should offer him as a sacrifice. വാഗ്ദത്തം ചെയ്ത് കാത്തിരുന്ന് വിശ്വാസത്താൽ കിട്ടിയതൊക്കെയാ. പക്ഷെ ഇപ്പൊ ആ ഇസാക്ക് തന്റെ ഹൃദയത്തിലായിരിക്കുന്ന ശരിക്കും അല്ലെ. ഈ ഇസാക്ക് എന്ന പേരിന്റെ വാക്കുന്ന ലാഫ്റ്റർ, ചിരി എന്നാണ്. അബ്രഹാം ഭയങ്കര സന്തോഷത്തില. പക്ഷെ ദൈവം പറയാ, ഒരു മതി മതി മതി, ചിരിച്ചതൊക്കെ മതി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചു ചോദിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും, വാഗ്ദത്തം ചെയ്ത് ദൈവം തന്നതിനെ ദൈവം തിരിച്ചെടുക്കുവോ? ഇത് വേറെ വലിയൊരു കൺഫ്യൂഷനാണ് നമുക്ക് അല്ലെ. ദൈവം എനിക്ക് തന്നിട്ട് തിരിച്ചെടുക്കുവോ എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, അബ്രഹാമിന്റെ കാര്യത്തിൽ ദൈവം കൊടുത്തതിനെ ദൈവം തിരിച്ചു ചോദിക്കുക. പക്ഷെ നമുക്ക് ആ കഥ അറിയാം. അധികാലത്ത് അബ്രഹാം എഴുന്നേറ്റ് ഈ രണ്ടു പേരക്കാരെയും കൂട്ടി, ഈ മകനെയും കൂട്ടി, കത്തിയെടുത്ത് തീയും എടുത്ത് വിറവും എടുത്ത് അങ്ങ് യാത്ര പുറപ്പെട്ടു. We know the story that it is true that Abraham received this son as a promise, but this promised son is now sitting and now having occupied his heart. And therefore, God is telling him that promise which you have received, you have to sacrifice it. And that brings to another question, which often creates a question within us. Will God ever take back the very thing that he has offered to us as a promise? ഓണസ്റ്റ്ലി ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു മോണോലാമോ പോലെ തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിക്കുന്നു. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഈ പാസ്റ്റേഴ്സിന് ഇങ്ങനെ പ്രസംഗിച്ചു പോകാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു പാസ്റ്റർ അല്ല. എനിക്കിത് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പോകുന്നതാണ് ഇഷ്ടം അല്ലേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വൈകുന്നേരം ആണെന്ന് തോന്നുന്നു, ഇപ്പം ആരും ഓഫീസിലൊന്നും ആയിരിക്കത്തില്ലല്ലോ, ഡ്യൂട്ടിയിലാണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനത്തെ സൂം മീറ്റിംഗ് വരുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ സൂം ആകുമ്പോൾ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് വന്ന് ഇതിന്റെ സാഖ്യസ് സിൻഡ്രോം എന്ന് പറയും. സക്കായി മരത്തിൻ്റെ ഒട്ടേ കയറി ഒളിച്ചിരിക്കും. അതായത് സക്കായി താഴോട്ട് പോകുമ്പോൾ സക്കായിക്ക് എല്ലാവരെയും കാണണം, യേശുവിനെയും കാണണം, യേശുവിൻ്റെ കൂടെ പോകുന്ന വലിയ മൾട്ടിറ്റ്യൂഡിനെ കാണണം, പക്ഷെ ആരും സക്കായിയെ കാണരുത്. ഈ സിൻഡ്രോം ഉണ്ട് ഈ സൂം മീറ്റിംഗിൽ. നിങ്ങൾ പലരും ഈ ഓഫ് ചെയ്തിരിക്കുമ്പം നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ തപ്പി എത്ര പേരുണ്ടെന്നോ ആരൊക്കെയാണെന്ന് എല്ലാം ഇങ്ങനെ സ്കാൻ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും, നിങ്ങളെ ആരും കാണുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ സാക്യസ് സിൻഡ്രോം. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശു പക്ഷെ എന്ത് ചെയ്തു, ഇത് നേരത്തെ നല്ലോണം യേശുവിന് അറിയാം. ആ മരത്തിന്റെ ചൂട്ടി വന്നപ്പോ യേശു എന്തോ പറഞ്ഞ് മേലോട്ട് നോക്കിയിട്ട് സക്കായിയെ ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അതുപോലെ ഞാനും ചിലപ്പോൾ സൂം മീറ്റിംഗ് പറയാറുണ്ട്, സക്കായിയെ ഇറങ്ങി വാ. അതുപോലെ ഞാനിങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഈ ഗ്രിഡ്, അതിനകത്ത് ഓരോ ഗ്രിഡായിട്ട് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ സെമിട്രിയിലെ സെല്ലാറില്ലേ, എനിക്കൊരു സെമിട്രി സെല്ലാറാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓരോ സെല്ലാറും നിങ്ങളുടെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ജീവനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ലാസറേ പുറത്തു വരിക, അല്ലെങ്കിൽ വേറെ ബാക്കി പറഞ്ഞ ലാസർമാരെ ഓരോരുത്തരായിട്ട് പുറത്തു വരുന്നതിനായിട്ട് സ്തോത്രം. ലാസറസ് കം ഔട്ട്. It becomes a bit boring for me to speak like this. I would have rather appreciated if it was interactive, and I can't see your faces except for few. If you are not in a workplace or in other busy environment, I would request that you turn your cameras on so it becomes interesting. Come on, church family, turn your cameras on. Everyone, please listen to the pastor and offer him the support that he is requesting. If you're not in a busy environment, as pastor has said, please obey and take attention to his words. എന്നാൽ ഒരു 30-35% ലാസർമാര് ജീവൻ പ്രാപിച്ചു പുറത്തു വന്നു. ബാക്കിയുള്ളവർ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും കല്ലറയ്ക്കകത്ത് തന്നെ അല്ലേ. So there are more Lazaruses coming out, thank God for them, and there are still few coming out of the cave as well. Okay, ഞാനത് ഉദ്ദേശിച്ച് വരുന്നതല്ല. ഈ ലൈവ് ഇന്ററാക്ഷൻ ഈസ് ഓൾവേസ് ഗുഡ്. നിങ്ങളുടെ മുഖം കണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നതും ശ്രദ്ധിക്കുന്നു തലയാട്ടുന്നു എന്നുള്ളതൊക്കെ അതൊരു വലിയൊരു എന്താ പറഞ്ഞ ഒരു പ്രചോദനമാണ്, പ്രത്യേകിച്ച് പഠിപ്പിക്കുന്നവർക്കും പ്രസംഗിക്കുന്നവർക്കും. ഓക്കെ, അപ്പം ആദ്യകാലത്ത് തന്നെ അബ്രഹാം പുറപ്പെട്ടു പോയി. അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഹൗ ക്വിക്ക് ആർ യു ടു ഒബേ ഗോഡ്, ഓർ ഹൗ ക്വിക്ക് ഡു യു ഒബേ ഗോഡ്? ദൈവം നമ്മോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മൾ അനുസരിക്കും? ഇതൊരു ചോദ്യം നമ്മോട് ചോദിക്കുന്നുണ്ട്. So we know in the case of Abraham that he rose up early in the morning and took initiative to do what God has asked him to do. So the next question then becomes, how quickly are we to respond to anything that God wants us to do? അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ട അറിയാം, അതുകൊണ്ട് ഒരു സംശയം വന്നില്ല. ദൈവം തന്നെയാ പറയുന്നെന്ന് മനസ്സിലായി. നമ്മളോട് എങ്ങാണോ ഇതുപോലെ ദൈവം തന്ന ഒരു നന്മയെ തിരിച്ച് ദൈവം ചോദിക്കുന്നു എന്നെങ്ങാണോ നമുക്ക് തോന്നിയാൽ
നമ്മൾ തല്ലിക്കൊന്ന ദൈവമാണെന്ന് വിശ്വസിക്കത്തേ ഇല്ല. നമ്മൾ ഉടൻ പറയും അത് പിശാച, ദൈവശബ്ദമല്ല, പിശാച. ദൈവം തന്ന വാഗ്ദത്തത്തെ തിരിച്ച് ദൈവം ചോദിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവിടെ ഒരു സംശയം ഉണ്ടായില്ല. അബ്രഹാം നേരം വെളുക്കാൻ കാത്തിരുന്നു, ആസ് ഇഫ് ഹി വാസ് വെയിറ്റിംഗ്. നേരം വെളുക്കാൻ കാത്തിരുന്നത് പോലെ ഈ മോനെയും കൊണ്ട് അങ്ങ് യാത്ര പുറപ്പെട്ടു. അതായിരുന്നു അബ്രഹാമിന്റെ അനുസരണം. ശരി, അപ്പൊ അവിടെ പോകുന്നിടത്ത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ജെനസിസ് ചാപ്റ്റർ 22 verse 5. Genesis chapter 22 verses 5, there we read like this: Then Abraham said to his young men, "Stay here with the donkey, and I and the boy will go over there and worship and come again to you." ഓക്കെ, അവിടെ അബ്രഹാം ഉപയോഗിക്കുന്ന വാക്ക് ഞാനും ബാലനും അത്രടം പോയി ആരാധിച്ചിട്ട് മടങ്ങി വരും. The words that Abraham, go ahead. The words that Abraham is using there is, I and the boy will go over there and worship and will come back to you. Okay, ഇവര് പോകുന്നത് യാഗം കഴിക്കാണ്, ശരിയല്ലേ? പക്ഷേ പറയുന്നത് എന്താ? ആരാധന കഴിക്കാൻ. കണ്ടോ, ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ ആരാധന കഴിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും യാഗം കഴിക്കുക എന്ന്, അല്ലെ? ശരീരത്തെ യാഗമായി സമർപ്പിപ്പിൻ, അതല്ലേ പുതിയ നിയമത്തിലും പൗലോസ് പറഞ്ഞേ. അപ്പം ആരാധനയിൽ ശരിക്കും പറഞ്ഞാൽ യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, ഇസാക്കിനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർത്തോണ്ട്, പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്, ആരാധനയിൽ നമ്മൾ കൊടുക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് കഴിഞ്ഞ 10-20-30 വർഷത്തിനകത്ത് നമ്മളെ ആരോ പഠിപ്പിച്ചു ആരാധിച്ചാൽ എന്തൊക്കെയോ കിട്ടുമെന്ന്, ശരിയല്ലേ? അന്ന് വാക്യങ്ങളെക്കാട്ടിലും നമ്മളെ തെറ്റിച്ച ചില പാട്ടുകളാണ്. ആരാധിക്കുമ്പോൾ അല്ലെ എന്ത് കിട്ടും? അപ്പൊ നമ്മളെ ആരാണ്ടൊക്കെ പഠിപ്പിച്ചു വെച്ച് നല്ലവണ്ണം ആരാധിച്ചാൽ എല്ലാം കിട്ടും, അല്ലെ? അപ്പൊ നമ്മൾ കിട്ടാൻ വേണ്ടി ആരാധിക്കുന്നവര്. ഞാൻ ചോദിച്ചോട്ടെ, കിട്ടാൻ വേണ്ടി ആരാധിക്കണമെന്ന് എവിടാ ബൈബിളിൽ വാക്യം? ആരാധന എന്ന് പറഞ്ഞാൽ കൊടുക്കുകയല്ലായിരുന്നു, ദൈവത്തിന് കൊടുക്കുക, അല്ലെ? അപ്പൊ ദൈവത്തിന് കൊടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് മാറി ദൈവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടി ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്നതാണ് ഈ ആരാധന, അല്ലേ? കട്ടി വാക്കുകളായി പറയുന്നത്, പ്ലീസ് forgive me, okay? There we see the words that Abraham uses is, I will go over there and worship, when in fact they were going to offer a sacrifice. So right here you see what is worship. Worship is a sacrifice. In true worship, we are giving something to God rather than receiving. And unfortunately, over the past 20 to 30 years, we have been taught in this way that when we worship with all our sound, with all our might, we will receive something from the Lord. There is no verse in the Bible to support this, and unfortunately, some songs have taught us and have led us into this direction of thinking. ഇനി ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ദൈവം നമുക്ക് പ്രതിഫലം തരുന്ന ദൈവം, അത് വേറെ കാര്യം. അത് തൊട്ട് കുഴപ്പിക്കരുത്, അല്ലെ? ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചെന്ന് അങ്ങോട്ട് ചെയ്യരുത്. ദൈവം വിശ്വസ്തനാണ്. നമ്മൾ ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്താലും, അല്ലെ, ദൈവം അത് മറന്നു കളയത്തില്ല. അനീതിയുള്ള ദൈവമല്ല, ദൈവം പ്രതിഫലം തരും. ദാറ്റ്സ് എ ഡിഫറെന്റ് സബ്ജക്റ്റ് ആണ്. പക്ഷെ പലപ്പോഴും ഈ ആരാധനയെ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ആരാധന എന്തോ ദൈവത്തിൽ നിന്ന് എന്തോ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് എന്നൊരു ചിന്താഗതി നമ്മുടെ ഇടയിൽ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. എന്നാൽ ഇപ്പൊ ഇത് മാറി വരുന്നതിനായിട്ട് സ്തോത്രം. പക്ഷെ ഇവിടെ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയല്ല താൻ അവിടെ ആരാധന എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ച് കണ്ടത്, ഞാനും ബാലനും അത്രയും പോയി ആരാധിച്ചിട്ട് മടങ്ങി വരും എന്നാണ് പറഞ്ഞത്. അപ്പം കൊടുക്കാൻ പോകുമ്പം അവിടെ അബ്രഹാം പറഞ്ഞ വാക്ക് ആരാധിക്കാൻ പോകുന്നുണ്ട്. ആ ഒരൊറ്റ പോയിന്റ് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് സംതിങ് ടു ഡു വിത്ത് ഗിവിങ് ആൻഡ് നോട്ട് ഗെറ്റിംഗ്. അതാണ് കാര്യം. So we have to understand that God is a righteous God and that he will bless us and he will reward us. But that is not something that we have to get mixed up here. At the right time, God will reward us. But looking into the life of Abraham, what we understand is worship is always connected with giving. And thank God that our direction, our line of thought is being changed. But we have to always remember this one important point, that worship is connected with us giving to God. പിന്നീടുള്ള സംഭവമൊക്കെ നമുക്കറിയാം. ഇവർ യാത്ര ചെയ്ത് 2 ദിവസം യാത്ര ചെയ്ത മല ദൂരത്ത് നിന്ന് കണ്ടപ്പം അപ്പോഴാണല്ലോ ഈ വേലക്കാരോട് പറഞ്ഞു, നിങ്ങളോട് നിൽക്കും, ഞങ്ങൾ പോയി ആരാധിച്ചിട്ട് വരാം. പിന്നീട് മുന്നോട്ട് ഈ ഉറവ്
എടുത്ത് അവൻ്റെ മോൻ്റെ തലയെ വെച്ചു കൊടുത്ത് ഈ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മകൻ ചോദിക്കരുതേ എന്ന് അപ്പൻ ഇങ്ങനെ ഉള്ളിൽ ചിന്തിച്ച കാര്യം തന്നെ ചോദിച്ചു. എന്താ ചോദിച്ചത്? അപ്പം കത്തിയുണ്ട്, വിറവുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, ആട്ടുകുട്ടി എന്ത് ചെയ്യും? അപ്പോഴാണ് അബ്രഹാം ഏറ്റവും മനോഹരമായ ഒരു ഉത്തരം പറഞ്ഞത്, അല്ലേ? ദൈവം കരുതിക്കൊള്ളു, യഹോവ ജയറ എന്നുള്ള വാക്കൊക്കെ നമുക്കറിയാം. അപ്പം ഈ മകനെയും പിടിച്ചോണ്ട് ഈ മല കയറുമ്പം ഞാൻ പണ്ടൊരു ദേവാസം പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ അബ്രഹാം വിശ്വാസത്താൽ ഈ മകനെയും പിടിച്ചോണ്ട് യാഗം കഴിക്കാനായിട്ട് ആ മല ഇപ്പുറത്തെ വശത്തൂടെ കയറുമ്പം അപ്പുറത്തെ വശത്തൂടെ ശരിക്കും പറഞ്ഞാൽ ദൈവം ഒരു ദൂതന്റെ കയ്യിൽ ഒരു ആട്ടുംകുട്ടിയും കൊടുത്ത് ആ ദൂതൻ ആട്ടുംകുട്ടിയും കൊണ്ട് അപ്പുറത്തെ വശത്തൂടെ കയറുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അബ്രഹാം ഇത് കണ്ടിട്ടല്ല കയറുന്നത്, അല്ലെ? അവിടെ ഇത് ദൈവമായിട്ടൊരു ഡീലല്ല. അവിടെ ചെല്ലുമ്പം ഇങ്ങനെ ഞാനൊരു അവനെയൊക്കെ കാണിക്കും, കത്തിയൊക്കെ ഇങ്ങനെ കൊല്ലാൻ പോകുന്ന പോലെ കാണിക്കും. അപ്പം പെട്ടെന്ന് നീ എന്നെ തടഞ്ഞേക്കണം, പെട്ടെന്ന് ആട്ടുകുട്ടിയെ കാണും. അങ്ങനൊന്നും അല്ല, ഇത് നേരത്തെ പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. വിശ്വാസത്തല്ല അബ്രഹാം ഇപ്പുറത്തൂടെ കയറുമ്പം അപ്പുറത്തൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആട്ടുകുട്ടിയെ കൊണ്ടുവരുന്നുണ്ട്, അല്ലെ? അതിന്റെ വ്യാഖ്യാനമൊക്കെ നമുക്ക് വേറെ പറയാം. പക്ഷേ ഇതുപോലെ നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ദൈവത്തെ അനുസരിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, അതിൻ്റെ അർത്ഥം ദൈവത്തിന് യാഗം കഴിക്കുവാൻ നമ്മൾ പോകുമ്പം അത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത്, അല്ലെ? അങ്ങനെ പോകുമ്പം മറുവശത്ത് ദൈവം തൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. പക്ഷെ ഓൺലി തിങ്, നമുക്കത് മുൻകൂട്ടി ഒരുപക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ദൈവം അവിടെ ഒരു ആട്ടുകുട്ടിയെ ഒരുക്കുന്ന കാര്യം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കറിയാം വിശ്വാസത്താൽ. അവിടെ അബ്രഹാം പറഞ്ഞൊരു വാക്ക് പ്രസക്തമാണ്, ഞാനും ബാലനും പോയി ആരാധിച്ചിട്ട് മടങ്ങി വരും. ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ വരുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് വരുമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ വരും. അപ്പം അവിടെ ഒരു 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 എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് തന്നെയായിരുന്നു ശരിക്കും. We know the story that is following after this. As they were continuing in their journey, Abraham hears the question that he would have perhaps wanted not to hear, and that is his son asking this question, Father, we have the fire and the wood, but where is the lamb? And we know the response that Abraham gave, that God will provide. And I have heard this preacher preach in this manner, that as they were climbing that mountain to offer sacrifice, God was provisioning a lamb on the other end with an angel, and they both were climbing together. So we have to understand that as we prepare to offer and give to God, God will prepare his provisions for us. Though we do not see it with our naked eyes, we know through the eyes of faith that God is preparing his provisions for us on the other end. Okay, ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അബ്രഹാം യാഗം കഴിക്കാൻ പോയപ്പം അവിടെ ആരാധന എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അതൊന്ന്. രണ്ട്, ആ അധ്യായം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ എന്താ കണ്ടത്? ദിസ് ഇസ് ഹൗ ദി ലോർഡ് ടെസ്റ്റഡ് എബ്രഹാം എന്ന്. അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്ന്. അപ്പൊ ഇതൊരു ടെസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ അടുത്ത ചോദ്യം, ദൈവം അബ്രഹാമിന്റെ എന്തിനെയാ പരീക്ഷിച്ചത്? What are we understanding out of all these that we have just looked into? We see that Abraham went to sacrifice, and right at the beginning of this chapter we see that God was testing Abraham. So what exactly was God testing in Abraham? അതേ അധ്യായത്തിന്റെ 12ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Looking at verses 12 of the same chapter, there we read, he said, do not lay your hand on the boy or do anything to him, for now I know that you fear God, seeing you have not withheld your son, your only son, from me. Now I know that you fear God. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന്. അപ്പൊ എന്തുവായിരുന്നു ടെസ്റ്റ് അവിടെ? There we see that God telling him, now I know that you fear God. So what exactly was God testing there? നമ്മുടെ ജീവിതത്തിൽ എങ്ങാണെങ്കിലും നമ്മുടെ ദൈവഭയം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഇതുപോലെ ദൈവം ഇട്ടാൽ നമ്മളൊക്കെ പാസ്സാവുമോ? If God would conduct such a test in our life to understand our reverence, our fear towards God, will we ever pass? നമ്മുടെ ഇരിപ്പും മട്ടും ഒക്കെ കണ്ടാൽ നമ്മൾ ദൈവഭയത്തിൽ നമ്മൾ എല്ലാത്തിലും A++ വാങ്ങിച്ചായിരിക്കുന്നതെന്ന് തോന്നും. The posture by which we are seated, it appears that we are all graded A+. എന്നാലും ദൈവഭയമൊക്കെ പറഞ്ഞപ്പം കൂടുതൽ ലാസർമാരെ ഉയർത്തു വരുന്നുണ്ട്. അതിനായിട്ട് സ്തോത്രം. ഇപ്പൊ ഏകദേശം ഒരു 50% ലാസർമാരെ ഉയർത്തിട്ടുണ്ട്.
As we speak about God's fear, there are more Lazaruses coming out, and now we have about 50%. Okay. So അബ്രഹാമിന്റെ വിശ്വാസമോ അബ്രഹാമിന്റെ എന്താ പറഞ്ഞ അനുസരണമോ ഈ പറഞ്ഞ പോലെ അബ്രഹാമിന്റെ എന്താ പറഞ്ഞ ഇതൊക്കെ പറയാം. ഇതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ അവിടെ ദൈവം പറയുന്നത് നൗ ഐ നോ ദാറ്റ് യു ഫിയർ മീ. അപ്പം നീ എന്നെ ഭയപ്പെടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ദൈവം ഒരിക്കലും നമ്മോട് അവനെ ഭയപ്പെടാൻ പറയത്തില്ല. നമ്മളെപ്പോഴും ദൈവത്തെ സ്നേഹിക്കാനേ പറയത്തുള്ളൂ, ദൈവത്തെ അനുസരിക്കാനേ പറയത്തുള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കാനേ പറയത്തുള്ളൂ. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവഭയം. ഇന്നൊരു സത്യം പറയട്ടെ, നമ്മുടെ ഇടയിൽ ഏറ്റവും കുറഞ്ഞു വരിക്കുന്ന ഒരു കാര്യവും ദൈവഭയം തന്നെയാണ്. ദൈവസഭയിൽ ഇല്ലാത്തൊരു കാര്യം ദൈവഭയം തന്നെയാണ്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് മടങ്ങി വരേണ്ടത്, നമ്മളുടെ ഇടയിൽ വരേണ്ടത് ദൈവഭയമാണ് പ്രിയപ്പെട്ടവരെ. God would never tell us that we should fear him. God would always tell us that we should love him. But it is important to note that in these times that we are in, it is God's fear that is gradually decreasing more than anything else. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. This is very important matter that I'm just telling you. ഞാൻ വീണ്ടും പറയട്ടെ, ഈ സ്റ്റഡി നമ്മളൊരു ഇൻഫർമേഷൻ ലെവലിൽ മാത്രം നിർത്തരുത്. ബ്രിങ് ഇറ്റ് ഡൗൺ ടു ദ ട്രാൻസ്ഫോർമേഷൻ ലെവൽ. In this study, we should not just fill our information levels, but it should change us. It should mold us into a transformation. Okay, അബ്രഹാമിനെ നമുക്ക് അവിടെ വിടാം. അടുത്തൊരാളിലേക്ക് വരാം. Let's leave Abraham there and let's come to another person. നമുക്ക് ശമൂവേലിന്റെ ഒന്നാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലേക്ക് വരാം. Let's come to the book of Ps Samuel. കഥ നമുക്ക് എല്ലാവരും അറിയാം. ശമൂവേലിന്റെ അമ്മയായ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, അല്ലെ? നല്ല ഭക്തിയായിരുന്നു, നല്ല പ്രാർത്ഥിക്കുന്നവളായിരുന്നു, എല്ലായിരുന്നു. ഭർത്താവിന് നല്ല സ്നേഹമുള്ള ഭാര്യയായിരുന്നു. പക്ഷേ തനിക്ക് മക്കളില്ലായിരുന്നു. ആ മക്കളില്ലാത്തതിന്റെ പേരിൽ ഒത്തിരി നിന്ന അല്ലെങ്കിൽ അപമാനം ഒക്കെ അനുഭവിക്കുന്ന ഒരു സൗകര്യം കൂടെ ആയിരുന്നു. In 1 Samuel, we see the story of Samuel, and whose mother previously had no children, and she was much loved by her husband, and she was also a praying woman. And ഹന്ന നമുക്കറിയാം, നിവൃത്തിയില്ലാതെ ഒരിക്കൽ ദൈവാലയത്തിൽ ചെന്നങ്ങ് ശരിക്കും ഉള്ളാവുന്ന ദൈവസന്നിധിയിൽ അങ്ങ് പകർന്നു. പക്ഷെ തൻ്റെ ആ പ്രാർത്ഥനാ രീതി, തൻ്റെ ചേഷ്ടകള്, തൻ്റെ ആ ബോഡി ലാംഗ്വേജ് ഒന്നും അവിടെ ഇരുന്ന വയസ്സനായ ആ ഏലി പുരോഹിതന് ഇതൊന്നും മനസ്സിലായില്ല. അയാൾ തെറ്റിദ്ധരിച്ചു, അല്ലേ? മദ്യപിച്ചിരിക്കും, തെറ്റിദ്ധരിച്ച് അയാൾ വഴക്ക് പറഞ്ഞു. അപ്പോഴേ അവള് പറഞ്ഞു, അയ്യോ യജമാനെ, നീ വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല, എനിക്കൊരു വലിയ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് പുള്ളിക്ക് തോന്നി, അയ്യോ പാവം, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു, ശരി, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, നീ സന്തോഷമായിട്ട് പോ എന്ന് പറഞ്ഞ് അവള് പിന്നെ അവിടുന്ന് എഴുന്നേറ്റ് മുഖമൊക്കെ തുറച്ച് അവള് തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ അവളുടെ മുഖം വാടിയതില്ല എന്ന് ബൈബിളിലുണ്ട്. There we see that without a choice, Hannah went to the temple and offered her heart before the Lord. And as she explained everything to the Lord, the priest misunderstood her, thought that she was drunk, but she clarified it and said, "No, Lord, I am not." And we see after she has prayed, her face was never sad again. അപ്പം അവൾക്ക് ദൈവത്തിൽ നിന്നൊരു ഉത്തരം കിട്ടിയതുപോലെ, അല്ലെ? ആ പുരോഹിതൻ പറഞ്ഞത് അവള് ദൈവം പറഞ്ഞതോളം അവൾ ഏറ്റെടുത്ത് അവള് സന്തോഷമായിട്ട് അവള് തിരിച്ചു പോകുന്നതിന് മുമ്പ് 1 ശമൂവേൽ 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 Samuel chapter 1, the last word, 28th word, 28ാം വാക്യം. അത് മലയാളത്തിൽ ഇങ്ങനെയാണ്: അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു, അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അതായത് എനിക്ക് അതാണ് തൊട്ടുമുമ്പത്തെ വാക്കോട് ചേർന്ന് പറയുമ്പോഴേ ഉള്ളൂ, യഹോവയുടെ കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ഈ പറഞ്ഞ പോലെ അവനെ ദൈവത്തിന് ജീവപര്യന്തം അങ്ങ് തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങ് കർത്താവിന് കൊടുക്കുക, ദൈവവേലയ്ക്ക് അങ്ങ് കൊടുക്കുകയാണ്, ആലയത്തിൽ കൊണ്ടങ്ങ് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്: അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. ആൻഡ് ദേ വർഷിപ്ഡ് ഗോഡ് ദേർ. ദൈവത്തോട് ചോദിച്ച് ദൈവം കൊടുത്ത ആ മകനെ, ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ തിരിച്ച് ദൈവത്തിന് തരുന്നു. ഈ മകനെ ദൈവം തന്നു. അവനിങ്ങനെ വളർന്നു വരുമ്പോൾ മുലകുടി മാറുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പ്രായം, ആ കുഞ്ഞുമായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് ഒരു അമ്മയ്ക്ക് ഒരിക്കലും ആ കുഞ്ഞിനെ വിട്ടുമാറാൻ പറ്റത്തില്ല. പക്ഷെ ഹന്ന പറഞ്ഞു, നോ, ഞാൻ നേരത്തെ ദൈവത്തോട് ഒരു
നേർച്ച കഴിച്ചിട്ടുണ്ട്, എന്താ ഇവനെ ഞാൻ കൊടുക്കുമെന്ന്. അതുപോലെ തന്നെ ആലയത്തിൽ കൊണ്ടുവന്ന് അവനെ കൊടുത്തു. കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ അവൾ ആരാധിച്ചിട്ട് പോയില്ലായിരിക്കും. In 1 Samuel chapter 20, 1 Samuel chapter 1 verses 27 and 28, there we read, "For this child I prayed, and the Lord has granted me my petition that I made to him. Therefore I have lent him to the Lord. As long as he lives, he is lent to the Lord." And he worshipped the Lord there. We see there that Hannah, after having made that commitment with the Lord, after the child was weaned, when it is a good age to get bonded with the child, she goes back to her word. She fulfills her word, and she offers him as she brings him to the temple. And before she left, we see they worshipped the Lord there. അവിടെ അദ്ദേഹത്തിന്റെ 11-ാം വാക്യത്തിലാണ് അവള് നേർച്ച നേരുന്നത്. എനിക്കൊരു ആൺ പൈതലിനെ ദൈവം തന്നാൽ ഞാൻ തീർച്ചയായിട്ടും മടക്കി കൊടുത്തരും. പലപ്പോഴും നമ്മുടെ സൗകര്യമാരൊക്കെ കുഞ്ഞുങ്ങളില്ലായിരിക്കുമ്പോൾ ഇതുപോലെ വലിയ നേർച്ചയൊക്കെ നേരും. എനിക്കൊരു മകനെ തന്നാൽ, എനിക്ക് മക്കളെ തന്നാൽ ഞാൻ കർത്താവിന് തരുമെന്നൊക്കെ നേരും. ഇനി കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ വയറ്റിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വയറിലൊക്കെ കൈവച്ച് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴേ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, നിവേദിച്ചിരിക്കുന്നു, നേർച്ച കഴിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ കുഞ്ഞു പുറത്തു വന്ന് കുഞ്ഞിന്റെ മുഖം കണ്ട് കുഞ്ഞുമായിട്ട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ അങ്ങ് ബോണ്ടിങ് ആവുമ്പം പിന്നെ പണ്ട് നേർന്ന കാര്യം മറന്നു. അതായൊരു പ്രശ്നം. അപ്പം എന്നെ കേൾക്കുന്ന ഹന്നമാരാരെങ്കിലും ഇതുപോലെ മക്കളെ പണ്ട് നേർന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിങ്ങളുടെ നേർച്ച നിങ്ങൾ നേർന്നത് കർത്താവ് മറന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ മറന്നുപോയായിരിക്കും. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. കുഞ്ഞുങ്ങളെ ദയവായി കർത്താവിന് അങ്ങ് സമർപ്പിച്ചേക്കാം പ്രിയപ്പെട്ടവരെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് എന്തുകൊണ്ട് ദൈവത്തിന് ശമലുമാരില്ലാന്ന് ചോദിച്ചാൽ അതാരുടെയും കുഴപ്പമല്ല, കൊടുക്കാൻ ഹന്നമാരില്ലാത്തതുകൊണ്ടാണ്. അതാ സത്യം, അല്ലേ? ശമൂലുമാർക്ക് എഴുന്നേറ്റങ്ങ് പോകാൻ പറ്റത്തില്ല, അവരെ കൊടുക്കാൻ ഹന്നമാർ വേണം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരിമാരോട് ഞാനൊരു വാക്ക് പറയട്ടെ. നിങ്ങളാ ദൈവത്തിന് കൊടുക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചുമക്കളെ എല്ലാം കർത്താവിന് പ്രതിഷ്ഠിക്കുക പ്രിയപ്പെട്ടവർ. നിങ്ങൾ കർത്താവിന് നേരുക. കർത്താവ് തൻ്റെ സമയത്ത് അവരെ എടുത്ത് ഉപയോഗിച്ചുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് ഒരു നേർച്ച നിങ്ങൾ കഴിക്കണം. അത് നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. In verse 11 of chapter 1, we see Hannah making a vow with the Lord that if God blesses her with a son, she would offer him to the Lord. And looking at our scenario, we understand that many women among us, they would make such a vow with the Lord, saying that if you bless me with a child, I will offer them to the Lord. And having once the child is born, having seen their beautiful faces, we turn back on our vow and we refuse to offer them to the Lord. So my plea with all of you is, if you have made any such vow with the Lord, you should be ready to fulfill that. You should be ready to offer that. And likewise, we should be ready to offer our children, our grandchildren to the Lord, that at the right time, God will use them for his name's glory. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ വളരെ അവരുടെ വയസ്സാം കാലത്താണ് ഞാൻ ഉണ്ടായത്. കാര്യം എൻ്റെ മാതാപിതാക്കൾ കല്യാണം കഴിച്ച്, എൻ്റെ പിതാവിനന്ന് 40 വയസ്സായിരുന്നു കല്യാണം കഴിച്ചപ്പോൾ. ഞാൻ തന്നെ 42-ാമത്തെ വയസ്സിലുണ്ടായത്. എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ 40 വയസ്സുണ്ടായിരുന്നത്. അപ്പം അന്ന് ഞാൻ ഒറ്റ മകനേ ഉള്ളൂ. എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ മകനെ ഞാൻ കർത്താവിൻ്റെ വിലയ്ക്ക് കൊടുക്കും. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അത് തന്നെയായിരുന്നു. എൻ്റെ മാതാവ് 1990 മരിക്കുമ്പം അവസാനമായിട്ട് എനിക്ക് എഴുതിയ ഒരു എഴുത്ത്, ഞാനന്നൊരു വിദേശ രാജ്യത്ത് ആഫ്രിക്കയിലൊരു ജോലിയിലായിരുന്നു. അന്ന് എനിക്ക് അവസാനമായിട്ട് എഴുതിയ എഴുത്ത്, മോനെ കർത്താവിൻ്റെ വേലയ്ക്കായി ഞങ്ങൾ നിന്നെ പ്രതിഷ്ഠിച്ചതാണ്, അത് മറന്നു പോകരുത് എന്നാണ് എനിക്ക് അവസാനമായിട്ട് എനിക്ക് എൻ്റെ മമ്മി എഴുതിയൊരു എഴുത്ത്. ഞാൻ ഉടനെ തന്നെ ഒരു മറുപടി, മമ്മി ഞാൻ മറന്നിട്ടില്ല, തീർച്ചയായിട്ടും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാനൊരു മറുപടി പെട്ടെന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് ഞാൻ പെട്ടെന്ന് അന്നത്തെ കാലത്ത് DHL അയച്ചു. എൻ്റെ അമ്മ പെട്ടെന്ന് ഒരു രോഗിയായി ഹോസ്പിറ്റലാണെന്ന് കേട്ടു. ഞാൻ ഉടനെ ഈ മറുപടി അയച്ചു. ആ മറുപടി കിട്ടിയ ഉടനെ എൻ്റെ പപ്പ ആ എഴുത്ത് കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ആ ആശുപത്രി കിടക്കയിൽ അടുത്ത് നമ്മുടെ മോൻ്റെ എഴുത്ത് വന്നു എന്ന് പറഞ്ഞ് തുറന്നിങ്ങനെ കാണിച്ചു. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ മമ്മി കണ്ണാടി ഒന്ന് വെച്ചു കൊടുത്തു. ആ ഭാഗം വായിച്ചിട്ട് മമ്മി ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ദ ലോർഡ്സ് വർക്ക് എന്ന് ഞാൻ എഴുതി ആ ഭാഗം വായിച്ചു. പെട്ടെന്ന് ഒരു തുള്ളി കണ്ണീരിങ്ങനെ കണ്ണിൽ കൂടെ വന്നു, അങ്ങ് ചരിഞ്ഞു. അന്ന് രാത്രി മമ്മി മരിക്കുകയും ചെയ്തു, അല്ലേ? അപ്പം ഇതുപോലെ തീർച്ചയായിട്ടും സമർപ്പിക്കുന്ന ഹന്നമാരുണ്ടെങ്കിൽ ഇന്ന് ദൈവരാജ്യത്തിൽ കുറവൊന്നും ഉണ്ടാകത്തില്ല. ദൈവസഭയിൽ ഇന്ന് നല്ല അനേക
ഈ പറഞ്ഞ പോലെ ദൈവവേലക്കാർ എഴുന്നേക്കണം പ്രിയപ്പെട്ടവരെ. നല്ല പ്രവാചകന്മാർ എഴുന്നേക്കണം, അപ്പോസ്തലന്മാർ എഴുന്നേക്കണം, നല്ല സുവിശേഷന്മാർ എഴുന്നേക്കണം, നല്ല ഇടയന്മാർ എഴുന്നേക്കണം, നല്ല വേദാധ്യാപകർ എഴുന്നേൽക്കണം. അവരൊക്കെ എഴുന്നേക്കണമെങ്കിൽ അവരെ കൊടുക്കുന്ന അന്നമാര് വേണം പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ബൈബിൾ സ്റ്റഡിയിലൂടെ ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി. I was born at an old age to my parents, and my parents, it was their desire to offer me to the Lord's work. And I remember while I was working in a foreign country in Africa, my mother wrote a final letter to me. And while she was laying in sickbed, I quickly sent out a reply to her, acknowledging her request. And I said, Mom, I would definitely do Lord's work. And I got to know that in her sickbed in hospital, she had a chance to read the lines that I have written. And that very night, she passed away. And people of God, let me remind you through this session, and if I could offer it as a challenge, I would be rather glad that if you would be ready to offer your children, and let there be many Hannahs among us who would be ready to offer their children to the Lord's work, and at the right time, the Lord will use them for His glory. ഞാനെന്ന് കർത്താവിനെ സേവിക്കുന്നുവെങ്കിൽ അതിന് തീർച്ചയായിട്ടും കാരണം എൻ്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ സമർപ്പണവും പ്രാർത്ഥനയും കണ്ണീരും ഒക്കെ തന്നെയാണെന്നുള്ളതിന് എനിക്ക് ഒരു സംശയമില്ല പ്രിയപ്പെട്ടവരെ. And I'm very certain that if today I'm serving the Lord, it is because of my parents' prayer, and particularly my mother's. ഇവിടെ ഈ ദേവാലയത്തെ കൊണ്ട് ഈ മകനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു കൊച്ചു പയ്യനെ കൊണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല അന്നത്തെ കാലം. കാര്യം അവിടെ ഒന്നാമത്തെ കാര്യം ദൈവശബ്ദം ആ കാലത്ത് കേൾക്കുന്നില്ല. ഈ പുരോഹിതൻ എന്ന് പറഞ്ഞ അവിടുത്തെ മനുഷ്യൻ, അദ്ദേഹത്തിന് ഈ കണ്ണിന് കാഴ്ചയില്ല, ദർശനമില്ല, ദൈവശബ്ദം കേൾക്കാനുമില്ല. പിന്നെ അവിടെ ഇദ്ദേഹത്തിന്റെ മക്കള് വളരെ പാപത്തിൽ ജീവിക്കുക, അതും വളരെ മോശപ്പെട്ട പാപം ആ ദേവാലയത്തിൽ നടക്കുക. അങ്ങനത്തെ ഒരു എൻവയൺമെന്റിലാണ് ഈ അമ്മ ഈ മകനെ കൊണ്ട് കൊടുക്കുന്നത്. ആ അമ്മയ്ക്ക് മകനെ കൊണ്ട് കൊടുക്കാതിരിക്കാൻ ഒത്തിരി കാരണം വേണേ പറയാൻ അല്ലേ. ഞാനവിടെ കൊണ്ടുവന്നതാണ്, പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മട്ടും അന്തരീക്ഷവും കണ്ടപ്പോൾ ദാറ്റ്സ് നോട്ട് എ റൈറ്റ് പ്ലേസ് ഫോർ മൈ സൺ ടു ഗ്രോ അപ്പ്. ഓക്കെ, സോ ബെറ്റർ ഐ ബ്രോട്ട് ഹിം ബാക്ക് എന്ന് ഇന്നത്തെ അമ്മമാര് പറഞ്ഞേനെ. പക്ഷെ അവിടെ നോക്കിയോണം, അവിടെ ശരിക്കും പറഞ്ഞ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അന്ന തീരുമാനിച്ചത് ഏലിക്ക് കൊണ്ട് കൊടുക്കുമെന്നോ ഒന്നുമല്ല, യഹോവയ്ക്ക് കൊടുക്കുമെന്ന് അല്ലേ. അപ്പൊ അങ്ങനെ കൊണ്ട് യഹോവയ്ക്ക് കൊടുത്തോണ്ടാ യഹോവ കാത്തിരിക്കുകയായിരുന്നു ഒരാളോടൊന്ന് സംസാരിക്കാൻ. കാര്യം വേറെ ആരും ഒന്ന് സംസാരിക്കാനില്ല അവിടെ കർത്താവിനോട്. അപ്പോഴാണ് ഈ പരിചയമില്ലാത്ത യഹോവ ഇതിനു മുമ്പ് പരിചയമില്ലാത്ത കൊച്ചു പയ്യനെ ചെന്ന് തട്ടി ഉണർത്തി ശമൂലേ ശമൂലേ എന്ന് വിളിച്ച് അങ്ങോട്ട് തന്നെ പരിചയപ്പെടുത്തി, ഞാൻ ദൈവമാടാ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങി. പക്ഷെ ആ സംസാരിച്ചു തുടങ്ങിയത് പിന്നീടുള്ള ദീർഘവർഷം അല്ലെ, അന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകനായിട്ട് ആ ശമൂവേൽ മാറി. കാരണം എന്താ? കൊണ്ടു കൊടുത്ത അമ്മ. Then we see the timing by which Samuel was presented to the temple wasn't right. We know the word of the Lord was very rare at that time. The priest could not see clearly, and his sons were engaged in committing some of the worst sins that were happening right inside the temple. So Hannah could have said, I decided to offer my son to the Lord, and the circumstances by which he had to grow up were not suiting him, so I brought him back. She could have said that, but rather than mentioning any of those, she decided to offer him to the Lord. And we know because of that, at a very young age, even without Samuel realizing that God was speaking to him, God used him. And in the latter years, we see he was the well-known prophet in Israel. അവിടെ ഈ ഏലിയുടെ മക്കളെ പറ്റി ഒരു പരാമർശം രണ്ടിടത്തുണ്ട്. അത് രണ്ടാം അധ്യായത്തിന്റെ 29-ാം അധ്യായത്തില് അവിടെ ദൈവത്തിന്റെ ഒരു പരാതി ഏലിയെ പറ്റിയുള്ള എന്താ പറയുക, നീ നിന്റെ പുത്രന്മാരെ എന്നെക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? കണ്ടോ, ഈ പുരോഹിതൻ ഹി വാസ് ലവിങ് ഹിസ് സൺസ് മോർ ദാൻ ഗോഡ് അല്ലെ. ദൈവത്തെക്കാട്ടിലും മക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് അവിടെ ദൈവം കണ്ടൊരു പരാതിയായിട്ട് പറഞ്ഞത്. അതേസമയത്ത് സ്വന്തം മകനെ സ്നേഹിക്കാഞ്ഞിട്ടല്ല, അതിനെക്കാട്ടിലും ദൈവത്തെ സ്നേഹിച്ചു, അതുകൊണ്ടാണ് ദൈവത്തിന് അവനെ കൊടുത്തത്. ഇന്ന് ഒരു ചോദ്യം, നിങ്ങൾ ദൈവത്തെക്കാട്ടിലും നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണ്. In chapter 2, verses 29, God points out a complaint regarding the priest and his sons
And there God is asking this question: why do you give your sons more honor than you give me? And this evening, I would like to ask you this question: are you loving your children more than that you ought to love God? In the case of Hannah, she loved God more than his son, and that is the reason she was willing to offer him to the Lord. ഇനി ഏലിയെ പറ്റി മറ്റൊരു പരാതി 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലുണ്ട് കേട്ടോ. ഏലി എന്ത് ചെയ്തില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് can you read it? 3:13. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. In English? In 1 Samuel chapter 3 verse 13 we read, I have warned him that judgment is coming upon his family forever because his sons are blaspheming God and he hasn't disciplined them. He hasn't disciplined them. അല്ലേ? അത് മലയാളത്തിൽ ഈ അപ്പൻ ഈ മക്കളെ ശാസിച്ചമർത്തിയില്ല. ഇതാണ് ഇന്നത്തെ തലമുറയിൽ വേറെ ഒരു വലിയ കുറ്റം. ഇത് ഏലിയുടെ അന്നത്തെ കാലത്തെ കുറ്റമല്ല, ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ കുറ്റം ഇതാ. നമ്മുടെ മക്കളെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്ത് വളർത്താറുണ്ടോ? ഇതൊരു വലിയ ചോദ്യം. ഇന്നത്തെ കാലത്ത് മക്കളെ നമ്മൾ അങ്ങ് ഐഡൽസ് ആക്കി, വിഗ്രഹങ്ങളാക്കി വെച്ചിരിക്കുക, നമ്മുടെ ഹൃദയത്തിൽ കയറ്റി വെച്ചിരിക്കുക. അവര് കർത്താവിന് ഒരിക്കലും നമ്മൾ കൊടുക്കത്തില്ല. ഇനി അവരെ പറഞ്ഞ പോലെ നമ്മൾ ശാസിച്ച് ഡിസിപ്ലിൻ ചെയ്ത് വളർത്തുന്നുമില്ല. അപ്പൊ ഇന്ന് വ്യത്യാസം കണ്ടോ? ദേവാലയത്തിലെ പുരോഹിതനായ മനുഷ്യൻ തന്റെ മക്കളെ നേരെ വളർത്തുന്നില്ല, അല്ലെ? അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശാസിക്കുന്നില്ല. പക്ഷെ ദേവാലയമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഒരു പാവപ്പെട്ട ഒരു ഗ്രാമത്തിലെ സ്ത്രീയാ, അവൾ ഈ പറഞ്ഞ പോലെ തന്റെ മകനെ കൊണ്ട് കർത്താവിന് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ കൊണ്ട് കൊടുത്തു. കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു അവിടെ ചെന്ന് കണ്ടപ്പം. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. കാര്യം ഹന്നയ്ക്ക് നല്ലോണം അറിയാം ഈ മകനെ ആർക്കാ കൊണ്ട് കൊടുക്കുന്നത്. ഏലിക്കുമല്ല, ആ പള്ളിക്കുമല്ല കൊണ്ട് കൊടുക്കുന്നത്, അല്ലെ? ദൈവത്തിനാ കൊടുത്തത്. അവിടെ എന്ത് പറ്റി? 2-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ഈ ശമൂൽ എവിടാ വളരുന്നതെന്ന് കണ്ടോ? അവിടെ ഇൻട്രസ്റ്റിംഗ്ലി ശമൂൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലിയുടെ കൂടെ വളർന്നെന്നല്ല, ഏലിയുടെ മക്കളുടെ കൂടെ ആ പാപത്തിലൊക്കെ ചേർന്ന് വളർന്നെന്നല്ല, യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. സാമുവൽ ഗ്രൂ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. എന്റെ ചോദ്യം, ഇന്ന് നമ്മുടെ മക്കള് are they growing in the presence of God? നമ്മുടെ മക്കള് ദൈവസന്നിധിയിലാണോ വളരുന്നത്? നമ്മുടെ വീട്ടിലാണ് വളരുന്നത്, പക്ഷേ അവർ ദൈവസന്നിധിയിലാണോ പ്രിയപ്പെട്ടവരെ വളരുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. In 1 Samuel chapter 3 verse 13 we read another important matter that we have to take note of, that at the time of Eli and his sons, they were not disciplined. And this is something that we have to ask ourselves: are we disciplining our children, or are they allowed to let go loose? Because we know the case of Hannah, she did exactly as she did promise to the Lord. She offered her son to the Lord. And we have to remember that because she offered Samuel to the Lord, we read in chapter 2 verses 21 that Samuel grew in the presence of the Lord. I think that I'm prophetically speaking to some women here in this meeting. തീർച്ചയായിട്ടും നിങ്ങളിരിക്കുന്ന ഏതൊക്കെയോ സഹോദരിമാരോട് എനിക്ക് ദൈവാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി ഈ കാര്യം സംസാരിക്കുന്നു എൻ്റെ ഉള്ളം പറയുന്നു, അല്ലേ? അല്ലെങ്കിൽ ഞാനിത് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാനത് പറയാൻ ഉദ്ദേശിച്ചതുമില്ല. എന്തോ നിങ്ങളുടെ മക്കളെ ദയവായി കർത്താവിന് കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും, അയ്യോ എൻ്റെ മക്കളൊക്കെ വലുതായി കെട്ടിച്ചു പോയി, സാരമില്ല, ഇനിയാണെങ്കിലും കർത്താവിന് സമർപ്പിച്ചേക്കുക. അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. കർത്താവിനായിട്ട് നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ഉപയോഗപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ. ഇത് കഴിഞ്ഞ ശേഷം ദയവായി നിങ്ങൾക്ക് സെഷൻ എടുത്ത് ഒന്ന് take a little time to commit your children, your next generation to the Lord. Dedicate them to the Lord. കർത്താവിന്റെ വേലയ്ക്ക് അവരെ വേണം പ്രിയപ്പെട്ടവരെ. I think I'm prophetically speaking to some women who is listening this meeting, that you have to offer your children, no matter whether they are grown up and they are married, you can still dedicate them to the Lord. You have to pray for them continuously, and I would encourage that after this meeting, take few moments to pray for them and to dedicate them to the Lord. ഞാൻ ചില ഫാമിലീസിലൊക്കെ കുഞ്ഞുങ്ങളും കൂടെ ഒക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ് ഫോർ ദാറ്റ്. നിങ്ങളുടെ കുട്ടികൾ നല്ലോണം ഓർത്തോണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറ, അടുത്ത തലമുറ, അവരാണ് നാളത്തെ ചേർച്ച്. ടുമോറോസ് ചേർച്ച് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയാണ്, അല്ലേ? അവരിന്ന് നമ്മളോട് ഉണ്ടോ?
അല്ലെ? ഇതൊരു വലിയ ചോദ്യമാണ്. ഞാൻ ഈ പാസ്റ്റേഴ്സിനോടൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈസ് അവർ നെക്സ്റ്റ് ജനറേഷൻ വിത്ത് അസ്? ഇന്ന് പല പാസ്റ്റർമാരുടെയും പല ചർച്ചകളുടെയും ഒരു വലിയ സങ്കടം, നമ്മുടെ പിള്ളേരൊന്നും നമ്മുടെ കൂടെ ഇല്ലെന്നേ, അവരൊക്കെ വല്ല ഇംഗ്ലീഷ് ചർച്ചിൽ പോകും എന്നൊക്കെ പറഞ്ഞ് പരാതിയായിട്ടായി പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടോ? അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ നമ്മുടെ കൂടെ ഇല്ല? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഇല്ല? അതൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കണം. ഞാൻ എൻ്റെ വിഷയം ഇപ്പം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇത് നമ്മൾ വളരെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞാൻ എനിക്കറിയാം 28-29 വർഷം മുമ്പ് ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയപ്പം ചെറുപ്പക്കാരുടെ ഇടയിലാണ് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ഞാൻ ചില സാക്ഷ്യങ്ങളുടെ ഇടയ്ക്ക് പറയാം. ചെറുപ്പക്കാരുടെ അന്ന് ഞാനും ചെറുപ്പമായിരുന്നു കേട്ടോ. ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ എനിക്കന്ന് 34 വയസ്സ് അങ്ങനത്തെ ഉള്ളായിരുന്നു. ഒരു 30 വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഞാനും എൻ്റെ വൈഫും ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ ചെറുപ്പക്കാരുടെ ഇറങ്ങിയപ്പോൾ അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ ആർക്കും വേണ്ട. അന്ന് ഒരു ചർച്ചകളിലൊന്നും ഒരു ഇംഗ്ലീഷ് കോറസ് പോലും പാടാത്ത കാലം. അന്ന് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ കൂടെ തമ്പേർ മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നൊരു കീബോർഡോ ഒരു ഗിറ്റാറോ ഒന്നും ഒരു ചർച്ചിലൊന്നും ഇല്ലാത്ത കാലം. പക്ഷെ അന്ന് വ്യത്യസ്തമായിട്ട് ആ ചെറുപ്പക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവരോട് പാട്ടുപാടി അവരോട് ഇരുന്ന് അവർക്ക് വചനം അവരുടെ നിലയിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇംഗ്ലീഷിലും മറ്റുമൊക്കെ പറഞ്ഞു കൊടുത്ത് തുടങ്ങിയപ്പം പെട്ടെന്ന് ഇവിടുന്ന് ചെറുപ്പക്കാരങ്ങ് പലരും രക്ഷിക്കപ്പെട്ടു. അവരെല്ലാം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നത്. എല്ലാം പെന്തിക്കോസ്തിലെ പിള്ളേരല്ല കേട്ടോ. അവരെല്ലാം വന്ന് സ്നാനപ്പെടാൻ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് അവർ കഴിഞ്ഞപ്പോഴും അവർ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങ് മാറി. അങ്ങനെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വലിയ ഉണർവ് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് 25 വർഷം മുമ്പ് ഈ ചർച്ച തുടങ്ങാനിടയായത്, അല്ലേ? ഇന്ന് അത് കഴിഞ്ഞപ്പോൾ 25 വർഷം കൂടെ കഴിഞ്ഞു. ഞാൻ വന്ന് വയസ്സായെന്ന് വേണേൽ പറയാം. പക്ഷെ ഇന്നും ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം അതുപോലെ തന്നെ അടുത്തടുത്ത തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്തു വരുന്നു. അപ്പൊ ഞാൻ സത്യം പറയട്ടെ, പല സഭകളിലും ഇന്ന് ചെറുപ്പക്കാരില്ല എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. ഇന്നും നമ്മൾ തന്നെയാണോ എല്ലാം ചെയ്യുന്നത്, അതോ ചെറുപ്പക്കാരെ നമ്മൾ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുമോ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം. സോറി ബ്രദർ, ഞാനിങ്ങനെ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോകും. We have to understand that and ask this question, that is the next generation with us, or are they going to attend the church with us? When I ask this question to many pastors, they say, oh no, our children are not with us, they attend an English worship. And if that being the case, we have to understand why that is happening. What is the cause for it? And I have said my testimony in the previous meetings, and I will also say it now, that when we stepped out for ministry 30 years ago, we worked primarily among the young men. And at a time when no church had a good attendance of young people, we gathered them, explained to them God's word, which would be easier for them to understand. And we could impact that generation, and we can see that that generation is impacting the next. So we have to understand that we should have our children with us, attending together with us. ഈ ചെറുപ്പക്കാരുടെയും പുതിയ തലമുറയുടെയും കാര്യം പറയുമ്പോൾ ഞാൻ ഇച്ചിരി ആവേശം കൊള്ളാറുണ്ട് കേട്ടോ. അത് എന്നോടൊക്കെ ക്ഷമിക്കണം. ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഒരു സംഭവം ഞാൻ 2-3 ആഴ്ച മുമ്പ് ഒരു പേരന്റ് എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം മറ്റൊരു ചർച്ചിൽ പോകുന്ന ഫാമിലിയാണ്. അവർക്ക് 2 പെൺമക്കളാണ് ഉള്ളത്. ആ 2 പെൺമക്കളും ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് അവര് ഹയർ സ്റ്റഡീസിന്, ഒരു മോൾ അബ്രോഡ് രാജ്യത്ത് പോയി, രാജ്യം പേര് ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ മോള് വേറൊരു IIT പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോയി. അപ്പൊ ഇപ്പൊ കോവിഡ് ഒക്കെ ആയപ്പോ, ഇപ്പൊ ലോക്ക്ഡൌൺ ആയപ്പോ ഈ 2 കുട്ടികൾ ഇപ്പൊ തിരിച്ചിവിടെ വന്നിട്ടുണ്ട്. അവർ വെക്കേഷൻ ആണോ പഠിത്തം കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. വന്നപ്പോൾ അവരെല്ലാം കൂടെ കഴിഞ്ഞ ഒരു ദിവസം ഞായറാഴ്ച അവർ പതിവായി കൂടുന്ന സഭയിൽ ചെന്നപ്പോ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറെ നാളിന് ശേഷം തിരിച്ചു വന്ന 2 പെൺകുട്ടികളും അവരുടെ തലമുടിയുടെ കളർ ഇച്ചിരി മാറിയിട്ടുണ്ട്. എന്ത് കളറാന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, കളറൊന്ന് മാറി. അപ്പൊ അന്ന് ആ ആരാധനയിൽ ഈ 2 പെൺകുട്ടികൾക്കും അവിടുത്തെ പാസ്റ്റർ തിരുവത്താഴം കൊടുത്തില്ല. ഇനി ഞാനിപ്പം തിരുവത്താഴം കൊടുക്കാത്തത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. അപ്പൊ ഈ കുട്ടികൾ തിരിച്ചു വന്ന് അവര് ചോദിച്ചൊരു ചോദ്യം, ഡാഡാ, പാസ്ത്രങ്ങള് തലമുടി ഡൈ ചെയ്തിട്ടുണ്ട്, ആ ഡൈ ചെയ്ത പാസ്ത്രങ്ങളാണ് ഞങ്ങൾക്ക് തരാത്തത്. അപ്പൊ ഇവിടെ വിഷയം എന്താണെന്നറിയാം? ഡൈ ചെയ്യാം, പക്ഷേ ബ്ലാക്ക് ഡൈ മാത്രമേ പാടുള്ളൂ, മറ്റൊരു കളറും പാടില്ല എന്ന് നമ്മളത് നിയമം ഉണ്ടാക്കി എങ്ങ് വെച്ചു. പുതിയ തലമുറയ്ക്ക് അവർ വിദേശത്ത് പോയപ്പം അവരീ പറഞ്ഞില്ല, അവരുടെ മുടി ഓൾറെഡി കറുത്ത ആയിരുന്നിരിക്കണം, അവരതിനെന്തോ ഒരു ചെറിയൊരു ഷെയ്ഡ് മാറ്റി അല്ലേ. ഇവിടെ വന്നപ്പോ എന്താ പ്രശ്നം? കേരളത്തിൽ വന്നപ്പം, ട്രിവാൻഡ്രത്ത് വന്നപ്പം, ഇത് ചെങ്ങന്നൂരും പത്തനംതിട്ടയിലും റാന്നിയിലും അല്ല കേട്ടോ, ഇത് ട്രിവാൻഡ്രം സിറ്റിയില്ല. എന്നിട്ട് പോലും അവിടെ
മുടി കളർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തിരുവത്താഴം കൊടുത്തില്ല പോലും ആ പാസ്റ്റർ, അല്ലേ? ഇത് ഞാൻ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ ഒത്തിരി പരാതികൾ ഞാൻ പലയിടത്തും കേൾക്കുന്നുണ്ട്. ഞാൻ ഇവിടാണ് നമ്മുടെ ആ ഒരു പരീശത്വം, അല്ലെ? ഒരുപാട് നമ്മുടെ തലമുറ ഇത് കണ്ടോണ്ടിരിക്കുക. അവരിതൊക്കെ കാണുമ്പോൾ ദേ ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. നമ്മൾ ഈ പറയുന്ന കാര്യത്തിലൊന്നും അവർക്ക് ഒരു താല്പര്യമില്ല. പിന്നെ മറുവശം ദേ ലവ് ഗോഡ്, അവർക്ക് ദൈവത്തെ സ്നേഹമാണ്, അവർക്ക് ഈ പറഞ്ഞ വചനവും അവർക്ക് ഈ ബാക്കി കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വളരാനും അവർ എക്യുപ്ഡ് ആയിട്ട് അവർ കർത്താവിന്റെ വേല ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഇടയിൽ ഇന്ന് ചർച്ചകളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ സങ്കടകരമായ ഒരു സത്യം പ്രിയപ്പെട്ടവരെ. ഇതിനൊരു മാറ്റം വരണം എന്നുള്ളതാണ് കാര്യം. I get particularly excited when I talk about young people, and a few weeks ago I was told a particular incident by a parent that two of their children who were studying outside of Kerala, one in a different country, they returned now due to COVID, and they as a family went to the church which they were where they were not attending normally. And on a Sunday, because their children had colored their hair in a different manner, they were not offered the Lord's Supper. And upon returning home, these children asked their parents, "Daddy, the pastor who refused to offer us Lord's Supper had dyed his hair, and we believe that it can and he has done such an act, and he is refusing to give Lord's Supper to us." So this is where the Pharisees in us gets exposed, because we have made this rule that we can color our hair, but it should only be of black hair. I'm not getting into the topic whether the Lord's Supper should be offered or not, but this is where we expose ourselves to the children who see and look at everything. They too love God. ഞാൻ കടന്നക്കൂട്ടില്ല കല്ലെറിഞ്ഞെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. നമ്മൾ പലപ്പോഴും ഈ തലമുറ ഇപ്പം ഞാൻ അതിനകത്ത് ഒരു ഡിവൈസിൽ ഞാനൊരു പ്രായമുള്ള അമ്മച്ചിയും കാണുന്നുണ്ട്, ഇപ്പുറത്ത് കൊച്ചുമോളായിരിക്കും, അല്ലെ? അമ്മച്ചിയും കൊച്ചുമോളെയും കണ്ടു. അമ്മച്ചി ചട്ടയും മുണ്ടും ഇട്ടു, പക്ഷെ അമ്മച്ചിയുടെ മോള് ചട്ടയും മുണ്ടും അല്ലേ ഇടുന്നത്. അപ്പം തീർച്ചയായിട്ടും അമ്മച്ചിയുടെ കൊച്ചുമോൾ ഒരിക്കലും ചട്ടയും മുണ്ടും ഇടാൻ പോകുന്നില്ല. അപ്പം 3 തലമുറ വരുമ്പോൾ 3 തരത്തിലുള്ള വേഷങ്ങളാണ്, അതിനൊരു കുഴപ്പമില്ല. അതേസമയത്ത് അമ്മച്ചി വന്നിട്ട് ഞാൻ പണ്ട് ചട്ടയും മുണ്ടും ഇട്ടോണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുമോളും ചട്ടയും കൊണ്ട് ഇടിപ്പിക്കാൻ വന്നാൽ നടക്കുവോ? ഇല്ല. അപ്പൊ അത് നമുക്കറിയാം, അല്ലേ? ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറഞ്ഞതാ കേട്ടോ. ഇതുപോലെ പലപ്പോഴും നമ്മൾ ശാഠ്യം പിടിക്കുന്ന, നമ്മൾ ചാടിക്കൊരു ഉടമ്പ ഞങ്ങളുടെ പിതാക്കന്മാര് എന്നൊരു പിടിയൊക്കെ പിടിക്കും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ പിതാക്കന്മാര് പാൻറ് ഇട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവര്? നമ്മുടെ എത്ര പിതാക്കന്മാരാ പണ്ട് പാൻസ് ഇട്ടുകൊണ്ട് കിടന്ന്, അല്ലെ? അവർ മുണ്ടെടുത്തോണ്ടല്ലേ കിടന്ന്, അല്ലെ? നമ്മുടെ പിതാക്കന്മാർ എത്ര പേരാ ഈ പറഞ്ഞ പോലെ കാർ ഓടിച്ചോണ്ട് പോയത്, അല്ലെ? അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം ഓർത്തോണം, ഇവിടെ ഈ ചരടറ്റുപോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ട കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മൾ പലപ്പോഴും ഇവിടെയാണ് നമ്മൾ അടുത്ത തലമുറയെ കംപ്ലീറ്റ് ആയിട്ട് പാടേ നമ്മളങ്ങ് വിട്ടിട്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ തരത്തിലുള്ള ഒരു ആരാധനയും നമ്മുടെ രീതിയിലുള്ള ഒരു ശുശ്രൂഷയും കൂട്ടായ്മയൊക്കെ നടത്തി അങ്ങനെ പോയാൽ നമ്മുടെ തലമുറ വരാതിരുന്നാൽ നമ്മുടെ തലമുറയും കഴിയുമ്പോൾ ഈ ചർച്ച അങ്ങ് നിന്നു പോകും പ്രിയപ്പെട്ടവരെ. ഞാൻ വേദനയോടാ പറയുന്നത്. ഇനി കോവിഡ് തന്നെ ഒത്തിരി ചർച്ചകളെ പൂട്ടിച്ചു, സത്യം പറഞ്ഞു. ഇനി തിരിച്ച് കോവിഡ് കഴിഞ്ഞാലും പഴയ പോലെ ചർച്ച തുടങ്ങത്തില്ല എന്നാണ് നല്ലൊരു പങ്ക് പാസ്റ്റർമാരും പറയുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം, നൗ വി വിൽ നോട്ട് ഹാവ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി ശരിക്കും പറഞ്ഞു. അതുകൊണ്ട് ദയവായി ഞാൻ ഈ നിങ്ങളോട് മാത്രമല്ല, ഞാൻ പല രാജ്യങ്ങളും സംസാരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ. എനിക്ക് അവിടുത്തെ നിങ്ങളുടെ കൾച്ചർ ഒന്നും, ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയ വന്നിട്ടില്ല, സോറി, ഞാൻ ഐ എം നോട്ട് എക്സ്പോസ് ടു യുവർ തിങ്സ് ദേ, ബട്ട് സ്റ്റിൽ നമ്മുടെ മലയാളി ചർച്ചസിലെല്ലാം ഏകദേശം ഒരു പൊതു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതങ്ങ് പറയുന്നത്. അത് ദയവായി ടേക്ക് കെയർ ഓഫ് ദ നെക്സ്റ്റ് ജനറേഷൻ. അടുത്ത തലമുറയെ നമുക്ക് കൈവിടാൻ പറ്റത്തില്ല. അവർ നമ്മളെക്കാട്ടിലും വിശ്വസ്തരായിട്ട് നിൽക്കും പ്രിയപ്പെട്ടവരെ. അവർ നമ്മളെക്കാട്ടിലും കർത്താവിനെ സേവിക്കും, അവർ കർത്താവിനെ സ്നേഹിക്കും, അല്ലെ? അവർ കർത്താവിന്റെ സാക്ഷികളാവും. അവർ ഒരു കാര്യം ഓർത്തണം, നമ്മളെപ്പോലുള്ള വളവും ഒന്നും അവർക്ക് ഇല്ല കേട്ടോ. അവർ വളരെ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, അല്ലെ? അവർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്. ഓക്കെ, അങ്ങനെയുള്ളവരെ ദൈവത്തിന് ഇഷ്ടം. നമ്മളൊക്കെ പഠിച്ച കള്ളന്മാരാണ്, പക്ഷെ നമ്മുടെ മക്കളും കൊച്ചുമക്കളൊന്നും അങ്ങനെ അല്ല. ഞാൻ തുറന്നു കടിക്കുക കേട്ടോ, അല്ലെ? അവിടെ നമ്മുടെ കുട്ടികളെ വിശ്വസിക്കുക, അവരെ കർത്താവിന്റെ വേലയിൽ നമ്മൾ ധൈര്യത്തോടെ ഇറക്കി വിടുക. അവർ ചെയ്യട്ടെന്ന്, അവർ കർത്താവിന്റെ വേല ചെയ്യട്ടെന്ന്. അങ്ങനെയാണെങ്കിലേ ഈ സുവിശേഷം എല്ലായിടത്തും എത്തത്തുള്ളൂ. I can use an example from our meeting today. I
I can see a grandmother and a little daughter seated next to each other. And by no means we can emphasize that we emphasize on the little child that she has to wear the particular type of dress the elderly person has worn in the early days. We can never emphasize that. And likewise, we know our forefathers, they were not used to the costume that which we wear today. And likewise, when we accept such changes, we should also be willing to accept the changes that are brought to our attention by our younger generation. And we have to remember that our younger generation too love God. They too would love to serve God. And when we are ready to believe them and accept them, then almost certainly we can say they will carry on in God's path after our generation as well. ഞാൻ വളരെ വേദനയോടെ ഞാൻ ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്കും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് കൊടി പിടിക്കാനും അവർക്ക് ഇംഗിലാവ് വിളിക്കാനും ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ 100 കണക്കിന് ചെറുപ്പക്കാരായിരുന്നു. നല്ല ചോരയും നീരും കൊടുത്തവർ നട റോഡിൽ കൂടെ അവർക്ക് ഒരു മടിയില്ല. അവര് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജയ് വിളിക്കാൻ അവരുണ്ട്. തീവ്രവാദികളാവാൻ വേണ്ടി തീവ്രവാദി ഗ്രൂപ്പുകളുടെ കൂടെ ചേർന്ന് ഈ പറഞ്ഞ ചാവേറുകളാവാൻ വേണ്ടി ഇഷ്ടം പോലെ ചെറുപ്പക്കാർ ചാടി ഇറങ്ങുന്നുണ്ട് അല്ലേ? പക്ഷേ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരില്ല? ഇന്ന് ബൈബിൾ കോളേജിൽ എനിക്കറിയാം, ഇവിടുത്തെ കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ബൈബിൾ കോളേജിലെ ലീഡേഴ്സുമായിട്ട് എനിക്ക് അത്യാവശ്യം ബന്ധങ്ങളുണ്ട്. അവരെല്ലാം പറയുന്നത് ഞങ്ങൾ എന്ന് ബൈബിളിൽ പഠിക്കാൻ ഒറ്റ മലയാളി പിള്ളേരെ ഈ ദിവസങ്ങളൊന്നുമില്ല. പണ്ട് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നോണ്ട് ഇപ്പൊ അതുമില്ല അല്ലേ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബൈബിൾ കോളേജ് പഠിക്കാൻ ഒറ്റ പിള്ളേരില്ല. ഇനി നമ്മുടെ മാത്രം കാര്യമല്ല, ഈവൻ കാത്തലിക് സെമിനാറീസിലും ഈ കന്യാസ്ത്രീമാരാവനും അച്ഛന്മാരാവനും പാലാ സൈഡിൽ നിന്നും ഒറ്റ ഒരെണ്ണം വരുന്നില്ല. അവരും പെട്ടിരിക്കുക ശരിക്കും പറഞ്ഞു അല്ലേ? അപ്പം നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചലഞ്ച് ചെയ്യാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റിയില്ല പ്രിയപ്പെട്ട? ഇതൊരു വലിയ ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഐ ഡോണ്ട് നോ ഹാവ് ദി ആൻസർ ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ബട്ട് ഐ എം ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ ലൗഡ് അല്ലേ? ഉറക്കെ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിനൊരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. I'm presenting this topic before you with great burden, that why are we not able to influence our next generation? Why are our children not ready to serve the Lord? When I speak with different leaders from the Bible colleges, they say we are struggling to find students from the Kerala background, and the students who previously used to come from the North Indian background are now not coming as well. So we have to ask this question. I don't have the answer, honestly, but I'm asking this question out loud to you. Why are we not able to focus on our next generation and win them to Christ? Okay, ഞാൻ ഇതൊന്നും കുറിച്ചു വെച്ച കാര്യങ്ങളല്ല, ഇതിനിടയ്ക്ക് ഇതെല്ലാം വന്നതാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇതൊന്ന് ഒന്നിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഗൗരവത്തോടെ ആ കാര്യങ്ങളെ ഒന്ന് കാണുകയും ചെയ്യണമേ എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. These are not something that I have written down and prepared to speak with you, and I encourage that you think over it, pray over it. Okay, നമ്മൾ ഒടുവിലായിട്ട് ഒരു വ്യക്തിയെ കൂടെ നമുക്ക് കാണാം. അത് യോബാണ്, ജോബ്. അദ്ദേഹത്തിന്റെ കഥ നമുക്ക് നല്ലോണം അറിയാം. And finally, we are looking into one another character, that is Job, and we know his story very well. Okay, ജോബിനെ പറ്റി ദൈവം തന്നെ പറയുന്ന സാക്ഷ്യം 1-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്യത്തിൽ തന്നെ ഉണ്ട്. എന്താണ്? നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടല്ലെന്നാണ്. ഈ 4 കാര്യവും ഒരേപോലെ ഒരാളെ പറ്റി ദൈവം സാക്ഷ്യം പറയണമെങ്കിൽ എന്തോ ഒരു മനുഷ്യനായിരിക്കും അല്ലേ? We know that right in chapter 1, God is testifying Job's character. And if God has to testify Job's character in such a manner, how great of a personality that he would be. പക്ഷെ അങ്ങനെയുള്ള യോബിന് ഒരു വലിയ പ്രശ്നം വന്നു. എന്താണ്? തനിക്കുള്ളത് മുഴുവൻ തനിക്ക് നഷ്ടപ്പെട്ടു. ഒറ്റയടിക്ക് തന്റെ മക്കൾ മുഴുവൻ, തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. ഓരോരോ വാർത്ത ഇങ്ങനെ വരിക അല്ലേ? ഫ്ലാഷിംഗ് ന്യൂസ് ഇങ്ങനെ വരിക. എല്ലാം നഷ്ടപ്പെട്ടു. അവിടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം അവിടെ ഒരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത് യോബ് 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചത്. Job 1:20. Job stood up and tore his robe in grief. Then he shaved his head and fell to the ground to worship. അവൻ എഴുന്നേറ്റ് വസ്ത്രം കീറി തല മുണ്ടനം ചെയ്തു, എന്നിട്ട് നിലത്ത് വീണ് നമസ്കരിച്ചു എന്ന് മലയാളം ബൈബിളിലും ഇംഗ്ലീഷിൽ വായിച്ചത് he fell down to worship God. അയ്യോ, ഇതൊരു വല്ലാത്തൊരു പ്രശ്നമാണല്ലോ. നമ്മൾ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ആരാധിക്കുമ്പോൾ എല്ലാം കിട്ടുമെന്നല്ലേ? യോബിനെ സംബന്ധിച്ചോളം ആരാധിച്ചിട്ട് ഒന്നും കിട്ടുകയല്ല, ഉള്ളതെല്ലാം പോയി കിട്ടി.
എല്ലാം പോയി കിട്ടിയപ്പോൾ എന്താണ് യോബ് ആരാധിക്കുന്നത്. Here we see something. Yeah. Here we see something that is very contrary to our thoughts, that we believe we receive something from the Lord when we worship, but that wasn't the case with Job. He lost everything, and now, having torn his robe and shaved his head, he falls to the ground and worships God. തനിക്ക് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, തന്റെ മക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ ഗ്രീഫ് അല്ലെങ്കിൽ ആ വിലാപം അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടായി ഉടുപ്പ് വലിച്ച് കീറിയതും തല മുട്ടയടിച്ചതും ഒക്കെ, അതൊക്കെ അതിന്റെ ചില സയൻസ് ആണ്. പക്ഷെ അതൊക്കെ ചെയ്തു. പക്ഷെ അടുത്തത് നമ്മൾ കണ്ടോ, നേരെ നിലത്ത് വീണെന്ത് സാഷ്ടാംഗം അങ്ങ് നമസ്കരിച്ച് ദൈവത്തെ ആരാധിക്കുക. ആരാധന എന്നുള്ള വാക്ക് നമ്മൾ ഓർക്കണം അല്ലേ? അവിടെ എന്താ പറയുന്നത്? എന്നിട്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈസ് ഗോയിങ് ത്രൂ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റി അല്ലേ? പക്ഷെ ഈ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റിയിൽ തന്നെ പറ്റി തന്റെ ഭാര്യയുടെ പരാതി എന്താണെന്നറിയാം. ഇപ്പോഴും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആർ യു മെയിൻറ്റെയിനിങ് യുവർ ഇന്റഗ്രിറ്റി ഈവൻ ഇൻ ദിസ് ടൈം ഓഫ് അഡ്വേഴ്സിറ്റി? അതാണ് ആരാധന. മെയിൻറ്റെയിനിങ് യുവർ ഇന്റഗ്രിറ്റി ഇൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റി ഈസ് വർഷിപ്പ്. It is true that Job had to go through a time of grief as he lost his children and as he lost everything. But looking at the question that was asked to him by his wife, she is asking, are you still maintaining your integrity even in this time of grief? And that is what is true worship, that we maintain integrity in adverse times. എല്ലാം നന്നായിരിക്കുമ്പോൾ നമുക്ക് ഭക്തിയും ആരാധനയും ദൈവസ്നേഹവും കൂട്ടായ്മയും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം നമ്മെ വിട്ടു പോകുമ്പോൾ, എല്ലാം നഷ്ടപ്പെടുമ്പോൾ അപ്പോഴും നമുക്ക് ആരാധിക്കാൻ പറ്റൂ, അപ്പോഴും പാട്ടുപാടാൻ പറ്റൂ. ഞാൻ ഇന്നലെ പറഞ്ഞാൽ എന്തായിരുന്നു? കഷ്ടതയിലും പാടുവാൻ. കഷ്ടതയിൽ പാട്ടുപാടുന്ന എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? അടുത്തത് നഷ്ടമതിൽ കൊണ്ടാടുവാൻ. ക്യാൻ വി സെലിബ്രേറ്റ് അവർ ലോസസ്? നമ്മുടെ നഷ്ടങ്ങളെ കൊണ്ടാടാൻ പറ്റൂ? നമ്മൾ വിജയങ്ങളല്ലേ കൊണ്ടാടുന്നത്, നഷ്ടങ്ങൾ എങ്ങനെ നമ്മൾ കൊണ്ടാടുന്നത്? പക്ഷെ ഭക്തന്മാരുടെ ചരിത്രം നോക്കിയാൽ അവർ കഷ്ടത്തിൽ പാടുന്നവരായിരുന്നു. നഷ്ടം വരുമ്പോൾ അവരതങ്ങ് എന്ത് ചെയ്യും? അതങ്ങ് ആഘോഷിക്കും. ഇവിടെ എല്ലാം പോയി കിട്ടിയപ്പം യോബ് താണ്ടെ ആരാധിക്കുന്നു. അപ്പം നമ്മൾ ആലോചിക്കും, നമ്മൾ എന്ന് പറയുന്ന ആരാധനയും നമ്മളെന്ന് ചെയ്യുന്നു എന്ന് പറയുന്ന ആരാധനയും ഈ യോബിന്റെ ആരാധനയായിട്ട് വല്ല സാമ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? When we lose everything, are we still able to worship him? Looking from the life of Job, we see, contrary to what we have been thinking so far, that when Job lost everything, that did not affect him a bit, but he turned his losses into worship. So the question is, when we are known and taught to celebrate our achievements, can we celebrate our losses? അവിടെ പലപ്പോഴും ഈ യോബ് അങ്ങനെ നമസ്കരിച്ചിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ചിലർ കുറ്റപ്പെടുത്തി സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയാറുണ്ട്, ഡോണ്ട് മേക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. അതെന്താ അങ്ങനെ? യഹോവ തന്നിട്ട് യഹോവ എടുക്കത്തില്ല, അതാണ് വേറൊരു പ്രശ്നം അല്ലേ? ദൈവം ഒരു കാര്യം തന്നിട്ട് ദൈവം എടുക്കുവോ? അപ്പം ദൈവം തന്നു, പിശാച് എടുത്തു, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അതിന്റെ വലിയ വ്യാഖ്യാനമൊക്കെ നമ്മൾ പറയാറുണ്ട്. ദൈവം അനുവദിച്ചു എന്ന് വേണേൽ പറയാം അല്ലെ? പിശാചാണത് ചെയ്തതെങ്കിലും ദൈവത്തിന്റെ അനുവാദത്തോടു കൂടിയാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ അനുവാദം ഇല്ലാതെ പിശാച് നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. We have when looking at Job's life, we see the statement that Job is telling that the Lord gave and he took it and let his name be glorified. And I have heard people criticizing that statement, calling it as a negative statement, saying that God would never take what he has given to us. It is the devil that is taking, and the devil can only touch us, can only take anything having had the permission from God. കാരണം യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി വെച്ചിരുന്നു എന്നാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. And we see at the beginning that God had put a boundary around Job and in everything that he had. പഴയ നിയമത്തിൽ ഒരു ഭക്തന് ചുറ്റും അങ്ങനെ ഒരു വേലി കെട്ടിവെച്ചെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് ചുറ്റും ഇതുപോലൊരു വേലി ഇല്ല എന്നാണോ പ്രിയപ്പെട്ടവർ നിങ്ങൾ പറയുന്നത്? If God has kept such a boundary for a person in the Old Testament,
People of God, are you telling for us in the New Testament that God would not keep such a boundary for us? ചിലപ്പോഴെങ്കിലും ആ ബൗണ്ടറി ഭേദിച്ച് ഈ പിശാച് വന്ന് നമ്മളെ തൊടുന്നു എന്നുള്ള സത്യമാണ്. അതും ദൈവം അനുവദിച്ചിട്ട് തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. And it is also true at times that the devil can fetch this boundary to come and attack us, but we also should remember at the same time that it is permitted by God. പക്ഷെ അവിടെയും നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം. And even there, our attitude matters a lot. അപ്പോഴും നമ്മൾ ആരാധിക്കുന്നവരാണ്. Are we worshiping God even at that point? അതാണ് ശരിക്കുള്ള ആരാധന. And that is true worship. ഇന്ന് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി വരുമ്പോൾ എന്തോ ഒരു ആരാധന, എന്തോ ഒരു സന്തോഷം. അത് മാത്രമാണ് നമുക്ക് ആരാധന. അല്ല, എല്ലാം നഷ്ടപ്പെടുമ്പോഴും അല്ലേ, എല്ലാം ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രതികൂലം എന്ന പോലെ നമുക്ക് തോന്നുമ്പോഴും അപ്പോഴും ആരാധിക്കാൻ കഴിയുമോ? When we celebrate, when we can come together and join together and worship God, that is good. But at the same time, even at a time when we lose everything, can we still worship? Can we still be happy? ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് ചിലപ്പം ഈ ആരാധിക്കാൻ ചിലപ്പോൾ പാട്ട് പാടാൻ പറ്റത്തില്ല. കാരണം പാട്ട് പാടാനുള്ളൊരു മൂഡിലല്ല, അല്ലെങ്കിൽ മാനസികാവസ്ഥയിലല്ല. ചിലപ്പോൾ പാട്ട് പാടാൻ ശബ്ദം വരത്തില്ല. ഉറക്കം വരാതെ രാത്രി കിടക്കുമ്പോൾ, രാത്രി മുഴുവൻ ശ്വാസം മുട്ടായിട്ട് കിടക്കാൻ വയ്യാതെ എണ്ണീറ്റിരുന്ന് തലേണ ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുക അല്ലേ, ഒരക്ഷരം മിണ്ടാൻ വയ്യ. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രി മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ ആ രാത്രി 1 മണിക്കും 2 മണിക്കും നമ്മളിങ്ങനെ ഒരു ദീർഘ ശ്വാസം ഇങ്ങനെ യേശുവേ എന്ന് പറയുമ്പം ആ ദീർഘശ്വാസം ശരിക്കും പറഞ്ഞാൽ ആരാധനയാണ് പ്രിയപ്പെട്ടവരെ. There are times when we not necessarily sing song as part of worship. And we know in the case of having a breath difficulty at night, as we sit aside and struggle to sleep when others are sleeping, after taking a deep breath, we call out the name of God. And that deep breath in itself comes out as a worship. നമ്മുടെ പ്രശ്നം ആരാധന എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സമയത്ത് പ്രത്യേക സ്ഥലത്ത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആരാധന എന്ന് നമ്മൾ പറയുന്നത്. അല്ല, നമ്മുടെ ജീവിതമാണ് ആരാധന പ്രിയപ്പെട്ടവരെ. We think worship is an act that is done at a particular place and at a particular time, but that is not worship, people of God. It is our life that is worship. അല്ലെങ്കിൽ we should have a lifestyle of worship. Otherwise, we can say we should have a lifestyle of worship. നമ്മുടെ ആരാധന, നമ്മുടെ ജീവിതം അങ്ങനെ ഒരു ആരാധനയാണോ? Is our lifestyle a true worship? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനിപ്പം പാട്ട് വേണമെന്നില്ല. And as I said before, for that a song is not necessary. ആരാധനയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അടുത്തൊരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മുടെ പഴയ നിയമത്തില് സമാപന കൂടാരം നമുക്കറിയാം, ടാബർനാക്കിൾ അല്ലേ. നമുക്ക് ആദ്യം ഒരു ഗേറ്റ് ഉണ്ട്, വാതിലുണ്ട്. വാതിൽ കടന്ന് അകത്തോട്ട് കയറുമ്പോൾ പ്രാകാരം, മിറ്റം ഉണ്ട്. അവിടെയാണ് യാഗപീഠം, യാഗപീഠം വെച്ച് ഈ ഓൾട്ടർ അവിടെയാണ്. അത് കഴിഞ്ഞ് അവിടെ കാല് കഴുകുന്ന അല്ലെങ്കിൽ വെള്ളം കഴുകുന്ന ഒരു തൊട്ടിയുണ്ട്. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോഴാണ് പിന്നെ വിശുദ്ധ സ്ഥലം, ഹോളി പ്ലേസ്. അവിടെ കയറുമ്പോഴാണ് അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശ, നിലവിളക്ക് അല്ലെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു തിരശ്ശീല ഇട്ടിട്ടുണ്ട്, അതിന് അപ്പുറത്താണ് മോസ്റ്റ് ഹോളി പ്ലേസ്. അപ്പം 3 സ്ഥലങ്ങളാണ് പ്രാകാരം അല്ലേ, ഔട്ടർ കോർട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ് ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്, മിറ്റം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഇങ്ങനെ 3 സ്ഥലം തൽക്കാലം മനസ്സിൽ വെക്കുക. When we look at the picture of tabernacle in the Old Testament, we see that the Old Testament has the tabernacle has 3 parts. That is the outer court, the holy place, and the most holy place. നമുക്ക് നല്ലോണം അറിയാം, ഒരു ജാതീയനായൊരു ഒരു പുരുഷൻ, ഒരു യഹൂദ പുരുഷനും തൻ്റെ ഭാര്യയും, ഒരു പുരോഹിതൻ, ഒരു മഹാപുരോഹിതൻ, ഇവർ 5 പേരും കൂടെ നടന്ന് ഈ ആലയത്തിലേക്ക് വന്നാൽ ഈ ജാതീയനായ മനുഷ്യൻ ഗേറ്റിന് പുറത്ത് നിൽക്കണം, ബാക്കി എല്ലാവരും കൂടെ അകത്തോട്ട് കയറും. അവിടെ കയറുമ്പോൾ തന്നെ ആ യഹൂദ സ്ത്രീ ഒരിടത്ത് നിൽക്കും, അടുത്തത് ആ യഹൂദ മനുഷ്യനോ മുറ്റത്ത് നിൽക്കത്തേ ഉള്ളൂ. അകത്തോട്ട് കയറുന്നത് പിന്നെ പുരോഹിതനും മഹാപുരോഹിതനും. പക്ഷെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം ആ കർട്ടൻ്റെ അവിടെ ചെല്ലുമ്പം സാധാ പുരോഹിതൻ അവിടെ നിൽക്കും, മഹാപുരോഹിതൻ അകത്തോട്ട് പോകും. അതും മഹാപുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അകത്തോട്ട് പോകാൻ പറ്റൂ.
അപ്പം ഇതൊക്കെ ഓരോ സ്ഥലത്ത് വെച്ച് അവർക്ക് ഈ ചെക്ക് പോയിന്റ്സ് ഉണ്ട്, അവിടെ വെച്ച് നിന്നോണം അല്ലേ. ഇതായിരുന്നു പഴയ നിയമത്തിലെ ഒരു സെറ്റപ്പ്. When we look at a picture of 5 people walking into the temple, where one being a Gentile, another being a Jewish husband and wife, and a priest and a high priest, we see they all stand at different places in their admission to the tabernacle. The Gentile will stand outside. The Jewish man and wife will stand at the outer court. The priest goes into the holy place, but only the high priest can go into the most holy place. ഇനി ഞാൻ ആരാധനയായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകും. ഈ ടാബർനാക്കിളോട് ബന്ധപ്പെട്ട് ഈ ഗേറ്റ് അങ്ങോട്ട് കയറി ഉടനെ ആദ്യം മുറ്റത്ത് യാഗപീഠമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ വിറവൊക്കെ അടുക്കി വെച്ച് നല്ല ആടിനെയും കാളയൊക്കെ നല്ല കൊന്ന് തൊലിയുരിച്ച് കണ്ണമായിട്ട് വെച്ച് അങ്ങോട്ട് തീ കത്തിക്കുക. അപ്പൊ തീ കത്തിക്കുമ്പോൾ അവിടെ എല്ലാം നല്ല പുകയും തീയും നല്ല ഇറച്ചി വേകുന്ന മണവും അല്ലേ, നല്ല മട്ടൺ മസാല സ്മെല്ലൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പം ഈ ജനങ്ങൾ അങ്ങോട്ട് കയറി ഈ യാഗപീഠം അങ്ങോട്ട് കാണുമ്പം അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരെ യാഗപീഠത്തിന്റെ ചുറ്റും കിടന്ന് ചാടി തുള്ളി സന്തോഷിച്ച് ആരാധിച്ച്. കാര്യം അവിടെ ഒത്തിരി ഫയർ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞാൽ അവിടെ ശ്വാസം മുട്ടൊന്നുമില്ല. കാര്യം നല്ല ഓപ്പൺ സ്പേസ്, അവിടെ മുകളിലോട്ട് നോക്കിയ ആകാശം, നല്ല ഫ്രഷ് എയർ ഉണ്ട് അവിടെ. പിന്നെ ഗേറ്റ് ഒത്തിരി ദൂരെയല്ല, വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്യാം. ഇന്ന് ഒത്തിരി വിശ്വാസികളും അങ്ങോട്ട് കയറി ഞായറാഴ്ച ഒരു ആടിപൊളി ആരാധനയും ബഹളവും എല്ലാം കൂടെ കാണിച്ച്. കാര്യം തൊട്ടുപുറേ ഗേറ്റ് ഉണ്ട്, അടുത്ത 6 ദിവസം ഇപ്പോൾ ഗേറ്റിന് പുറത്താണ് അല്ലെ. ഞായറാഴ്ച ഇങ്ങോട്ട് കയറി ഒരു ആരാധന എന്ന് പറയും, പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊരു ബഹളവും കാണിക്കും, കുറച്ച് ഫയറും ഒക്കെ ഇറക്കി. പിന്നെ ഒത്തിരി ആൾക്കൂട്ടവും ഉണ്ട് അവിടെ. പിന്നെ വേറെ റെസ്ട്രിക്ഷൻ മുകളിലോട്ട് വയ്ക്കാൻ നല്ല ഫ്രഷ് എയർ ഉണ്ട് അല്ലേ. എനിക്ക് ബൈൻഡിങ് ഒന്നും, എന്നെ അവിടെ പിടിച്ചു കിട്ടുന്ന പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് സന്തോഷിച്ച് അവരങ്ങ് തിരിച്ചു പോകും. I want to speak about worship connected with the tabernacle. And right at the entrance of the tabernacle, the first thing that we see is the altar, or the sacrificial table, where plenty of sacrifices are being conducted there. And there are a lot of people around there who are excited, they're jumping around. This is very much connected to some believers who see Sunday as such an occurrence where they just step out of the gate, they step in through the gate, and they offer their sacrifices, being all joyful, and they quickly go back, because for the rest of the 6 days they stay outside that gate. പക്ഷെ ചിലരുണ്ട്, അതായത് അവർ ഞായറാഴ്ച മാത്രം വന്നിങ്ങനെ വെള്ളം വെച്ചിട്ട് പോവുകയല്ല. അവർ കുറച്ചുകൂടെ മുന്നോട്ട് ഇട ദിവസം ഒരു വ്യാഴം വെള്ളി ശനി ബൈബിൾ സ്റ്റഡിയൊക്കെ വെച്ചാൽ അതിനും വരും. അതിപ്പോൾ നിങ്ങളെപ്പോഴുള്ളവരാ. ഓക്കെ, അവർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അവർ ഒരു കാഴ്ചയപ്പത്തിന്റെ മേശ അവർ വന്ന് ഈ അപ്പം എടുത്ത് ഈ പറഞ്ഞ പോലെ അവരൊന്ന് എടുക്കുകയും അവിടെ തൊട്ടി വെള്ളം വെച്ചിട്ടുണ്ട് അതെടുത്തൊന്ന് കഴുകി ശുദ്ധി വരുത്തുകയും അല്ലേ. അവർ ആ ഇൻസെൻസ് ഒക്കെ ഒന്ന് പുകച്ചു വിട്ട് അവർ ഈ പറഞ്ഞ അകത്തോട്ട് കയറി ആ ഹോളി പ്ലേസിൽ വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും. അതായത് ഞായറാഴ്ച മാത്രം വരികയല്ല, ഇട ദിവസങ്ങളിലെ ബൈബിൾ സ്റ്റഡിയും കൂടെ വരുന്നവരാണ് ഈ അടുത്ത കൂട്ടം. There is another category which would not just come on the Sunday, but they would come for meetings that are kept in the midweek. And these people come in and they look at the table of shewbread, and they also look into the happenings that are taking place in the holy place. പക്ഷെ അവർ വരുമ്പോൾ ഒരു ചെറിയ പ്രശ്നം, അവിടെ വലിയ ആൾക്കൂട്ടമില്ല. ഇപ്പം തന്നെ കണ്ടോ, നമ്മളിപ്പം ഇട ദിവസങ്ങളിൽ ഒരു ബൈബിൾ സ്റ്റഡിക്ക് വലിയ ആൾക്കൂട്ടം വരത്തില്ല, ഒരു പ്രാർത്ഥന വെച്ചാൽ ഒത്തിരി പേര് വരത്തില്ല. അപ്പം അവിടെ ആള് കുറവാണ്. അവിടെ വലിയ ഇളക്കപ്പരിപ്പും ഫയറും ഒന്നും അവിടെ ഇല്ല അല്ലേ, ഫയർ അനോയിന്റിങ് ഒന്നും അവിടെ ഇല്ല. കാരണം തീയും പുകയൊക്കെ വെളിയില്ല, ഇതിപ്പം അകത്ത് കയറി അല്ലേ. പിന്നെ ഗേറ്റ് ഇച്ചിരോടൊപ്പം ദൂരമായി. പണ്ടാണെങ്കിൽ എളുപ്പമാണ്, ആ മറ്റേ മുറ്റത്ത് നിൽക്കുമ്പോൾ ആൾ അകത്താണോ പുറത്താണോ എന്നല്ല അറിയത്തില്ല. അകത്ത് നിൽക്കുന്ന പോലെ തോന്നും, അടുത്ത നേരം പുറത്തേക്കുന്നതും കാണാം. ഇതിപ്പം കുറച്ചുകൂടെ ഒന്ന് അകത്തോട്ട് വന്ന്, കുറച്ചുകൂടെ ഒരു ഡേഞ്ചറസ് പ്ലേസ് ആണ്, കുറച്ചുകൂടെ അകത്തോട്ട് വന്നു. യു ഹാവ് ഐഡന്റിഫൈഡ് യുവർ സെൽഫ് ആസ് ഒരു ശിഷ്യത്വത്തിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെന്ന് കാണിച്ചു, വചനം പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് കാണിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ലെവലാണ് ഈ സെക്കൻഡ് ലെവൽ നമ്മളിപ്പം കണ്ടത്, മോസ്റ്റ് ഹോളി പ്ലേസിൽ വന്നിരിക്കുകയാണുള്ളത്. So in the second level, we see these people who are not too close to the gate because they are expressing some sort of interest. And they are these people who attend Bible studies which are conducted in the midweek. So they are not closer to the gate, and they don't seem to be running after the gate pretty quickly, and such that we have come near the most holy place. പക്ഷെ ഇവിടെ നമ്മൾ ഈ വെളി മാത്രം നിൽക്കാതെ അകത്തോട്ട് കയറി നമ്മൾ ഈ ബൈബിളും ഒക്കെ പഠിക്കാനും ശിഷ്യത്വത്തിലേക്ക് വരാനും കുറച്ചുകൂടെ ചർച്ചിൽ ആക്റ്റീവ് ആവുകയും ചെയ്യുമ്പോൾ നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ ആയെന്ന്. പെട്ടെന്ന് നമ്മൾ പുറത്തേക്ക് തരാൻ നമ്മളങ്ങ് വളരെ താഴ്ത്തി കാണും അല്ലേ. പക്ഷെ ഞാൻ പറയട്ടെ,
ഇതുമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എൻ്റെ ആത്മാവ് കൊണ്ട് ആത്മാവാൻ ദൈവത്തെ ആരാധിക്കണമെന്ന്. അപ്പൊ എൻ്റെ ആരാധനയിൽ ഞാനൊരു ഗേറ്റ് കടന്ന് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ഇച്ഛയും എൻ്റെ വികാരങ്ങളും ഒക്കെ ഇപ്പം ഇൻവോൾവ് ആയി വന്നേ ഉള്ളൂ. പക്ഷെ എൻ്റെ സ്പിരിറ്റ് ഹാസ് ടു കമ്മ്യൂൺ വിത്ത് ഗോഡ് ദ സ്പിരിറ്റ്. അവിടാണ് ഈ തിരശീലം വകഞ്ഞു മാറ്റി ഞാൻ അപ്പുറത്തോട്ട് ചെല്ലും. In that second level, we have this thought and feeling towards other people that we are holier than them, and we look at the people in a sort of different level than where we are. But that is not where God expects us to be. We have to move into the most holy place where our spirit gets connected with God's spirit. പക്ഷെ തിരശീലയ്ക്ക് അപ്പുറത്തോട്ട് പോയപ്പോ എന്താ പ്രശ്നം എന്നറിയാം? Do you know what is the problem once we cross that curtain? അവിടെ ആൾക്കൂട്ടം ഒന്നുമില്ല. And there are the difference is there is no crowd there. പുറത്ത് നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു, സൂര്യ വെളിച്ചം ഉണ്ടായിരുന്നു. അകത്തോട്ട് കയറിയപ്പം കാൻഡിൽ ലൈറ്റ്, നിലവിളക്കിന്റെ വെളിച്ചം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അകത്ത് മോസ്റ്റ് ഹോളി പ്ലേസിൽ വന്നപ്പം ഒരു വെളിച്ചവും ഇല്ല, അവിടെ ദൈവം തന്നെയാണ് വെളിച്ചം. When we stood in the outer court, there was plenty of light, and when we entered into the holy place, there was a candle light. But now when we go into the most holy place, there is no light, but God himself is the light. പ്രാകാരത്തിൽ ഒത്തിരി ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അകത്തോട്ട് കയറിയപ്പം അത്യാവശ്യമുള്ള കൂട്ടായ്മയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിപരിശുദ്ധ സ്ഥലത്ത് കയറിയപ്പം ഞാനും എൻ്റെ ദൈവവും മാത്രമായി. In the outer court, there was a large gathering. As we entered into the holy place, there were numbers quite sufficient enough to have a fellowship. But in the most holy place, there is only God and me. ഇനി നമ്മളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ആദ്യം മുറ്റത്ത് നമ്മൾ ഗേറ്റ് അടുത്താ, എപ്പം വേണേലും ഇറങ്ങിപ്പോവാം. പക്ഷെ അതോട്ട് കയറിയപ്പം കുറച്ചുകൂടെ ദൂരമായി ഗേറ്റ്. ഇപ്പം ഗേറ്റ് ഒത്തിരി ദൂരെയാണ്. But there is another thing that should frighten us. As we were in the outer court, the gate was near to us. As we entered into the holy place, it seemed a little far away. But now in the most holy place, it is very far away from us. പക്ഷേ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ഞാനും എൻ്റെ ദൈവവും മാത്രം ഇരിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, അവിടെ ആ ദൈവ സാന്നിധ്യമാണ് ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത്. ദൈവം ഏറ്റവും ആസ്വദിക്കുന്നത് ഞാൻ അവനോടൊപ്പം ഇരിക്കുന്നെന്നുള്ളതാണ്. ഇനി അവിടെ നമുക്ക് പാട്ടും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, സ്തുതിയും വേണ്ട, സ്തോത്രവും വേണ്ട, കയ്യടിയും വേണ്ട, അന്യഭാഷയും വേണ്ട, ഒന്നും വേണ്ട. അല്ല, ഞാനും എൻ്റെ ദൈവമായിട്ട് ഒന്നിച്ചിരിക്കുന്ന ആ കമ്മ്യൂണിയൻ, അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആത്മാവാൻ ദൈവത്തെ പരിശുദ്ധാത്മാ സഹായത്താൽ ആരാധിക്കാന്നുള്ളൊരവസ്ഥ. ഇന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഗേറ്റ് വഴി കയറി, മിറ്റം വഴി കയറി, യാഗമൊക്കെ കഴിച്ച് അകത്തോട്ട് കയറി, കാഴ്ചപ്പത്തിൻ്റെ മേശയും മറ്റേ വെള്ളം എടുത്ത് കഴുകി, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഫൈനലി വി ഷുഡ് എൻഡ് അപ്പ് ഇൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ് വെയർ മീ ആൻഡ് മൈ ഗോഡ് അലോൺ. ഞാനും എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരും അവിടെ വേണ്ട, അല്ലേ? അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ, ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അതാണ് ആരാധനയുടെ പൂർത്തീകരണം, പ്രിയപ്പെട്ടത്. So in the most holy place, there is just God and me. And there we don't need the support of a song. We don't need to speak in tongues. We don't need to pray. We don't need to do anything. There we develop a communion of our spirit with God's spirit. There God is enjoying our presence and we are enjoying his presence. That is the ultimate pinnacle of our worship, where we should aim to reach, and where we have that true communion with God. അവിടെ ചെന്നിരിക്കുമ്പം ഇവിടെ വേറെ ഒന്നുമല്ല എൻ്റെ വിഷയം, ഞാനും എൻ്റെ ദൈവം. അങ്ങനെയുള്ളൊരവസ്ഥ നമുക്കുണ്ടോ പ്രിയപ്പെട്ടത്? എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ നിർത്തുക. അവിടെ ഓൾ ഓഫ് യു ടു ചെക്ക് യുവർ ലൈഫ്. നിങ്ങളുടെ എല്ലാ ജീവിതങ്ങളും ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അങ്ങുമായിട്ടുള്ള അങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്. അതാണ് ആരാധന. നമ്മളെ ആരോ പഠിപ്പിച്ചു, എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് കുറെ ബഹളം വയ്ക്കുമ്പോൾ അതാണ് ആരാധന. അതിലങ്ങ് തൃപ്തി അടഞ്ഞ് നമ്മളങ്ങ് ഇരുന്നു. അങ്ങനെയുള്ള ആരാധനകളെല്ലാം ദൈവം തൽക്കാലം കോവിഡ് വഴി നിർത്തിത്തന്നു. ഇനിയെങ്കിലും ആ ആരാധന തിരിച്ചു തുടങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണ്ട. പകരം നമ്മൾ ഈ കർത്താവുമായിട്ട് ഒന്നിച്ചിരിക്കുന്ന അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ പ്രിയപ്പെട്ടവരെ. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. God bless you. Over to Brother Blessing.